വളരെ പരിചയമുള്ള വേദഭാഗമാണ് തീർച്ചയായിട്ടും. ഈ വേദഭാഗം ശ്രദ്ധിച്ചാൽ ക്രിസ്ത്യജീവിതം വിജയിക്കുവാനുള്ള ചില നിർദ്ദേശങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അങ്ങനെ അതിനെ കാണാം. അല്ലെങ്കിൽ വിജയകരമായ ക്രിസ്ത്യ ജീവിതത്തിന്റെ ചില സ്വഭാവങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞു. രണ്ട് വിധത്തിലും അതിനെ നോക്കാവുന്നതാണ്. അക്കമിട്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങിരിക്കാം. 7 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ 7 കാര്യങ്ങൾ ഒരുപാട് വിശദീകരിക്കാൻ ആവശ്യമില്ലാത്ത 7 കാര്യങ്ങളായതുകൊണ്ട് വളരെ ചുരുക്കമായിട്ട് നമുക്ക് പറഞ്ഞു പോകാം. 12ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നത് നമ്മുടെ ദൈവികമായ ഒരു സ്വത്വത്തെക്കുറിച്ചുള്ള ബോധ്യത നമ്മുടെ പെരുമാറ്റങ്ങളിൽ എല്ലായ്പ്പോഴും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം എന്നാണ്, അല്ലെങ്കിൽ ജീവിക്കും എന്നാണ്. എല്ലാവർക്കും അവരുടേതായ ഒരു സ്വത്വമുണ്ട്, ഒരു ഐഡന്റിറ്റി ഉണ്ട്. ആ ഐഡന്റിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. ഐഡന്റിറ്റി മറന്നു പോകുന്നത് കൊണ്ട് ഒരുപാട് ദോഷമുണ്ട്. ഒരു രാജകുമാരൻ തന്റെ ഐഡന്റിറ്റി മറന്നുപോയാൽ താനെ വലിയ അബദ്ധത്തിൽ ചെന്ന് ചാടും. എപ്പോഴും അവന് ബോധ്യമാണ് ഞാൻ രാജകുമാരനാണ്. കാരണം അവൻ പറയുന്നതെല്ലാം ഒപ്പിയെടുക്കാനായിട്ട് കുറേ ആളുകളുണ്ട്. എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാനും അവന്റെ സ്വഭാവ ഹത്യ നടത്താനും ഒക്കെ ആയിട്ട് ആളുകൾ. അതുപോലെ തന്നെയാണ് നമ്മെ സംബന്ധിച്ച്. നമ്മുടെ ഈ ഐഡന്റിറ്റി വളരെ പ്രധാനമാണ്. കർത്താവിൻ്റെ അടുക്ക് സാത്താൻ വന്ന് പറഞ്ഞ് നീ ദൈവപുത്രനാകൊണ്ട് എന്നാ പറഞ്ഞത്. അതവന്റെ ഐഡന്റിറ്റിയാണ് ദൈവപുത്രൻ എന്നുള്ളത്. ദൈവപുത്രൻ എങ്കിൽ എന്നാണ് മലയാളത്തിൽ ഫസ്റ്റ് ക്ലാസ് കണ്ടീഷനാണ്, കണ്ടീഷൻ ഓഫ് റിയാലിറ്റി. അതുകൊണ്ട് നീ ദൈവപുത്രനാകയാൽ ഇതിനെ വിശന്നിരിക്കേണ്ട കാര്യം, ദൈവത്തിന്റെ പുത്രൻ വിശന്നിരിക്കേണ്ട കാര്യമുണ്ടോ? ഈ കല്ലുകളിൽ നിന്നും അബ്രഹാമിന് മക്കളെ ജനിപ്പിക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞ വ്യക്തിക്ക് ഈ കല്ലുകളിൽ നിന്ന് അപ്പം ഉണ്ടാക്കാൻ വലിയ പ്രയാസമാണ്. ഒരു പ്രയാസവുമില്ല. അപ്പോൾ എന്തിനാണ് നീ വിശന്നിരിക്കുന്നത് എന്നാ ചോദിച്ചത്. സാധാരണ നമ്മുടെ സ്വത്വത്തെ അംഗീകരിക്കുന്നവനാണ്. ചില സന്ദർഭങ്ങളൊക്കെ ചോദ്യം ചെയ്യുമെങ്കിലും നീ ദൈവവേദനല്ലേ, നീ രക്ഷിക്കപ്പെട്ടയാളല്ലേ, നിത്യസ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കുകയല്ലേ, നിനക്കിതൊക്കെ ചെയ്യാൻ കഴിയുമോ, ഇങ്ങനെയൊക്കെയാണോ നീ പെരുമാറേണ്ടത് എന്നൊക്കെ നമ്മോട് ചോദിക്കും. ഇവിടെ പൗലോസ് പറയുന്നത് അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി. 3 കാര്യങ്ങളാണ്. നമ്മുടെ സ്വത്വത്തിന്റെ ഒരു ട്രയാങ്കിൾ പോലെയാണ്. 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് നമ്മൾ ദൈവത്തിന്റെ വ്രതന്മാരാണ്, ഇലക്ട് എന്നാണ്. ദൈവം ലോകസ്ഥാപനത്തിന് മുൻപേ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. അതൊക്കെ ചിന്തിക്കും വലിയ സന്തോഷം വരാറുണ്ട്. എൻ്റെ ദൈവം എന്നെ ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തു എന്നൊക്കെ പറയുമ്പോഴേ ഒരു ആകസ്മിക ജീവിതത്തിലൊന്നും ഉള്ളവരല്ല നമ്മൾ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊന്നുമില്ല. ദൈവം മുന്നമേ നിശ്ചയിച്ച് തിരഞ്ഞെടുത്ത ആളുകളാണ്. ഞാൻ അങ്ങനെ പലപ്പോഴും എന്നോട് തന്നെ പറയാറുണ്ട്, ദൈവത്തോടും പറയാറുണ്ട്, എന്തിനാ എന്നെ തിരഞ്ഞെടുത്ത്? എത്രയോ നല്ല ആളുകളുണ്ടായിരുന്നു, നിനക്ക് അബദ്ധം പറ്റിയോ? പിന്നെ ദൈവത്തിന് അബദ്ധം പറ്റുകയില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസം. അതുകൊണ്ട് ഞാനായിരിക്കുന്ന ദൈവനെ തിരഞ്ഞെടുത്തുകൊണ്ടാണ്. നിങ്ങളുടെ നീളവും നിങ്ങളുടെ ഉയരവും നിങ്ങളുടെ വണ്ണവും നിങ്ങളുടെ നിറവും പിന്നെ ഇതൊക്കെയാണ് നിങ്ങളുടെ ഐഡന്റിറ്റി ആയിട്ട് നിങ്ങൾ എടുക്കുന്നത്. നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ വിവേകവും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടും കുടുംബ പശ്ചാത്തലവും എല്ലാം ഒന്നും ആകസ്മികമാണ്. നമ്മുടെ പശ്ചാത്തലങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് നാം ദൈവത്തിന്റെ വ്രതന്മാരാണ്. പിന്നെ ദൈവത്തിന്റെ വിശുദ്ധന്മാരാണ്, ദി ഹോളി വൺസ്. ദൈവത്തിന്റെ വിശുദ്ധന്മാരാണ്. ദൈവം മാറ്റിവെക്കപ്പെട്ട ആളുകളാണ്. തൻ്റെ ഉപയോഗത്തിന് വേണ്ടി, തൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മളെ ദൈവം ഈ ലോകത്തിലെ ജനസമുദ്രത്തിൽ നിന്നും കോരിയെടുത്ത് മാറ്റിവെച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ പ്രിയരാണ്, ബിലവഡ് ഓഫ് ഗോഡ്. ദൈവം ആരെങ്കിലും ഈ ലോകത്ത് സ്നേഹിക്കുന്നെങ്കിൽ നമ്മളെയാണ് സ്നേഹിച്ചത്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കപ്പെട്ടവരാണ്. അതൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പ്രയാസമല്ലേ. ഈ ലോകത്ത് എന്തോ രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, മുതലാളിമാര്, ബുദ്ധിമാന്മാരായ ആളുകൾ, വലിയ വലിയ പണ്ഡിതന്മാർ, ശാസ്ത്രജ്ഞന്മാര്, എല്ലാ നിലയിൽ പേരും പെരുമയുള്ള ആളുകളുണ്ട്. അവരോടൊന്നും ദൈവത്തിന് പറയുവാൻ കഴിയാത്തതായിരിക്കുന്ന പ്രസ്താവനകളാണ് നമ്മളെക്കുറിച്ച് വന്നിരിക്കുന്നത്. നമ്മുടെ ഐഡന്റിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ വ്രതന്മാരാണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്, ദൈവത്തിന്റെ വിശുദ്ധന്മാരാണ്, ദൈവം തന്റെ മഹത്വത്തിന് വേണ്ടി, ആവശ്യത്തിന് വേണ്ടി നമ്മളെ മാറ്റിവെക്കപ്പെട്ടവരാണ്. വി ആർ സെപ്പറേറ്റഡ് പീപ്പിൾ, ഹോളി വൺസ്. അതുപോലെ തന്നെ നമ്മൾ പ്രിയരാണ്, ദൈവത്തിന്റെ ബിലവഡാണ്. പക്ഷെ നാം ഇത് ഓർക്കണമെന്നുള്ളതാണ്. നമ്മുടെ ഈ ദൈവിക സ്വത്വത്തെ കുറിച്ചുള്ള ബോധ്യത നമ്മുടെ എല്ലാ പെരുമാറ്റങ്ങളിലും വേണമെന്നാണ് താഴോട്ട് പറയുന്നത്. ഇങ്ങനെയൊക്കെ ആകയാൽ നാം എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്. ചിലപ്പോഴല്ല, ഒട്ടുമിക്കവാറും സമയങ്ങളിൽ നമ്മൾ ഇതൊക്കെ അങ്ങ് മറന്നു.
ദൈവം നമ്മളെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുയേശു തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണെന്നും നമ്മൾ ദൈവത്തിന് വിശുദ്ധന്മാരാണെന്നും ഒക്കെ നമ്മളങ്ങ് മറന്നു. അതൊക്കെ നമ്മൾ ഓർക്കുന്ന ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോഴും ഒക്കെ അല്ലേ? എല്ലാ സമയങ്ങളിലും ഓർക്കാറുണ്ടോ? നാം ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങൾ ചെയ്യുകയും നാം പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങൾ പറയുകയും നാം ചിന്തിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഇതൊന്നും നമ്മൾ ഓർക്കുകയില്ല. അതൊന്നും നമുക്ക് ഓർക്കുന്നത് നമുക്ക് സൗകര്യമല്ല. അതുകൊണ്ടാണ്. കാരണം അതൊക്കെ ഓർത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം, ബുദ്ധിമുട്ടാണ്. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. കള്ളന്മാർ മുഖംമൂടി ധരിക്കുന്ന പോലെയാണ്. എന്തിനാ അവർ മുഖംമൂടി ധരിക്കുന്നത്? അവരുടെ സ്വത്തും അവരുടെ ഐഡന്റിറ്റി ആരും മനസ്സിലാക്കരുത്. അതുകൊണ്ടൊരു കറുത്ത മുഖംമൂടി, മാസ്ക് അവർ ധരിക്കും. അതുപോലെയാണ് വിശ്വാസികളായിരിക്കുന്ന നമ്മുടെ ഐഡന്റിറ്റി ആരും അറിയാതിരിക്കാനായിട്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ, മാർക്കറ്റിൽ പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ ഇങ്ങനെ ഓരോരോ സന്ദർഭങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ആ സന്ദർഭത്തിന് യോജിക്കുന്ന ഒരു മാസ്ക് നമ്മൾ ധരിച്ചുകൊണ്ടാവും. പിന്നെ അതുപോലെ വല്ലവരും വന്ന് ഈ മാസ്ക് ഇങ്ങനെ പൊക്കി അങ്ങ് എടുക്കുമ്പോഴാണ് നീയാണ് ദൈവത്തിന്റെ പ്രധാനല്ലേ, ദൈവത്തിന് പ്രിയപ്പെട്ടവനല്ലേ എന്നൊക്കെ നമ്മോട് ചോദിക്കുമ്പോൾ നമുക്ക് വലിയൊരു ചമ്മലും വലിയൊരു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും, പ്രയാസമൊക്കെ ഉണ്ടാകും. ചില സമയങ്ങളിൽ അങ്ങനെയാണ്. നിനക്കിത് ചെയ്യാൻ യോഗ്യമായ കാര്യമാണ്. നീ ഒരു രക്ഷിക്കപ്പെട്ടവനല്ലേ, നീ സ്നാനപ്പെട്ടവനല്ലേ, നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ എങ്ങനെയാ? ഞങ്ങളെപ്പോലുള്ള പാവികൾ ചെയ്യട്ടെ, പക്ഷെ നിനക്കിത് ചെയ്യാൻ കൊള്ളാമോ? ഈ കത്തോലിക്കരൊന്നും അവരെ സംബന്ധിച്ച് ഞങ്ങൾ ദൈവമക്കളാണെന്നും സ്വർഗത്തിൽ പോകുന്നവരാണെന്നും അവരാരോടും പറയില്ല. ചത്ത് കഴിഞ്ഞാലും കരുണ ഉണ്ടാകണമെന്നേ പറയുന്നു. അതുകൊണ്ട് കരുണ ഉണ്ടാകണമെന്ന് പറയുന്നുണ്ട്. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മളങ്ങനെയല്ല. ഇപ്പം മരിച്ച സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞിരിക്കുന്നവരാണ്. ദൈവം നമ്മുടെ സർവവുമാണ്, സകലവുമാണ്, ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മള് ചില വാക്കുകൾ പറയുകയും ചിലപ്പോൾ ചില പ്രവൃത്തികൾ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴേ അപ്പൊ ചോദിക്കും, സാത്താൻ തന്നെ ചോദിക്കും, അല്ല നിനക്കിത് കൊള്ളാവുന്നതാണോ? അതുകൊണ്ട് പൗലോസ് പറയുന്നത് ഈ നമ്മുടെ ദൈവത്തിന്റെ ഈ സ്വത്വത്തെക്കുറിച്ച്, നമ്മുടെ സ്വത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ ബോധ്യത, നമ്മുടെ പെരുമാറ്റങ്ങൾ എപ്പോഴും നാം ഉൾക്കൊള്ളണം. അത് ഉൾക്കൊണ്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അതാണ് ആ വാക്യത്തിൽ 2-ാം ഭാഗത്ത് പറയുന്നത്. അവിടെ എന്താ പറയുന്നത്? ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എന്ത് ചെയ്യണം? മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. രാജകുമാരന്മാരുടെ ഉടുപ്പ് സ്ഥാനത്ത് വെച്ചത്. രാജാവിന്റെ ഉടുപ്പ് അങ്ങനെയാണ്. ഓരോരുത്തർക്കും ഓരോ പോലീസുകാരൻ അവന്റെ യൂണിഫോം ഇല്ലേ? ദൈവത്തിന്റെ വൃതന്മാർക്ക് യൂണിഫോം വേണ്ടേ? വേണം. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവർക്ക് യൂണിഫോം വേണ്ടേ? വേണം. നമ്മുടെ യൂണിഫോം നമ്മൾ ധരിക്കണമെന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മുടെ യൂണിഫോം ഇല്ലാതെയാ പോകുന്നത്. ഈ അച്ഛന്മാരും പട്ടക്കാർക്കും ഒക്കെ ഒരു ഗുണമുള്ളത് എന്താണെന്നറിയോ? അവരെ ജനങ്ങൾ വളരെ വേഗം ഐഡന്റിഫൈ ചെയ്യും. കാരണം കുപ്പായിട്ട് പോകുന്ന അച്ഛനല്ലേ. അപ്പോൾ അച്ഛൻ്റെ പോക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ കടയിൽ കയറി അച്ഛൻ്റെ സോപ്പെടുത്ത് പോക്കറ്റ് ഇട്ടാൽ അവിടെ ഇരിക്കുന്ന ജീവിയെ തൊപ്പിയെടുക്കും. അപ്പോൾ അത് വലിയ നാണക്കേടായി വരും. അപ്പോൾ നമ്മൾ ഈ യൂണിഫോം ഇല്ല, നമ്മുടെ യൂണിഫോം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുന്നില്ല. നമ്മുടെ യൂണിഫോം എന്താണ്? നമ്മൾ ദൈവത്തിന്റെ വ്രതന്മാരാണെന്നും വിശുദ്ധന്മാരാണെന്നും പ്രിയരാണെന്നുള്ളത് നമ്മുടെ യൂണിഫോമാണ്. ഈ യൂണിഫോം ധരിച്ചും കൊണ്ടാണ് നാം. അപ്പൊ എങ്ങനെ പെരുമാറണമെന്നാ പറഞ്ഞത്? ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലുള്ളവരായിരിക്കണം, ദയുള്ളവരായിരിക്കണം, താഴ്മയുള്ളവരായിരിക്കണം, സൗമ്യതയുള്ളവരായിരിക്കണം, ദീർഘക്ഷമയുള്ളവരായിരിക്കണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സ്വത്വത്തിന് യോഗ്യമായ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, വസ്ത്രത്തിന്റെ ഭാഗമാണ്. വലിയ പ്രയാസമല്ലേ? ദൈവം തിരഞ്ഞെടുത്തും എന്നും പറഞ്ഞപ്പോഴും മനസ്സിൽ ഉണ്ടായിരിക്കണമെന്നും, ദൈവത്തിന്റെ പ്രിയന്മാരാന്നും പറഞ്ഞപ്പോഴും ദയ കാണിക്കണമെന്നും, അല്ലെങ്കിൽ ദൈവത്തിന്റെ വിശുദ്ധന്മാരായതുകൊണ്ട് എപ്പോഴും താഴ്മയും സൗമ്യതയുള്ളവരായിരിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ രക്ഷിക്കപ്പെടാതിരുന്നെങ്കിൽ നന്നായിരുന്നത് ചിലപ്പോൾ തോന്നിപ്പോവും. രക്ഷിക്കപ്പെട്ടല്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ആ കാര്യം ചെയ്യാമായിരുന്നു. രക്ഷിക്കപ്പെട്ടതുകൊണ്ട് എനിക്കത് ചെയ്യാനും ഒക്കുകയില്ല. നാം അനുഭവിക്കുന്നതായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ദൈവത്തിന്റെ വ്രതന്മാരെന്ന നിലയിൽ ഒരുപാട് ശ്വാസം മുട്ടി നമ്മൾ ചിലപ്പോൾ കഴിയും തോന്നുന്നു. പൗലോസ് പറയുന്നത് ശ്വാസം മുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളിതങ്ങ് ധരിച്ചാൽ മതി, ഉടുപ്പിടുന്നത് പോലെ അങ്ങ് ധരിച്ചാൽ മതി. രാവിലെ എടുത്തിട്ട് മനസ്സലിവും ദയയും താഴ്മയും സൗമ്യതയും ദീർഘക്ഷമയും ഒക്കെ അങ്ങ് ധരിക്കുക. സഹോദരന്മാരുടെ ഡ്രസ്സാണ് അത് ഇട്ടിട്ട് പോയാൽ മതി. അപ്പം നിങ്ങൾ ദൈവത്തിന്റെ മക്കളല്ലേ എന്ന് ലോകം അത് അംഗീകരിക്കുന്നു. സംശയം വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും.
എന്തൊരു താഴ്മയുള്ള മനുഷ്യന്, എന്തൊരു ദയവുള്ള മനുഷ്യന്, അല്ലേ? എന്തൊരു മനസ്സരിവുള്ള മനുഷ്യന്, എന്ത് സൗമ്യനാണുള്ളത്, എന്തൊരു ദീർഘക്ഷമയാണുള്ളത്. എത്ര നേരമായിട്ട് അവർ ചീത്ത പറയുന്നു, ഒരു വാക്ക് തിരിച്ച് പറഞ്ഞില്ല. ഇതെല്ലാം കേട്ട് മോനെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് പോയതല്ലാതെ ഒരു വാക്ക് തിരിച്ച് പറഞ്ഞു. നമ്മുടെ രക്തമൊക്കെ അങ്ങ് തിളയ്ക്കും. നാഗൽ സാഹിബ് പറഞ്ഞ പോലെയാണ്, എൻ്റെ ജർമ്മൻ രക്തം തിളയ്ക്കുന്നു, പക്ഷെ യേശുവിൻ്റെ രക്തം തിളപ്പിക്കുന്നു. നമ്മുടെ രക്തമൊക്കെ അങ്ങ് തിളയ്ക്കും ചില കാര്യങ്ങളൊക്കെ ആള് പറയുമ്പോൾ. പിന്നെ നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന ആ പോട്ടെ, ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, അതുകൊണ്ട് ഞാൻ ഈ വല്ലതും പറഞ്ഞ ദൈവത്തിന് ബുദ്ധിമുട്ടായി വന്നെങ്കിലോ. ദൈവത്തിന് ബുദ്ധിമുട്ടായി വരുമെന്നുള്ളതല്ല, ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് എൻ്റെ പെരുമാറ്റച്ചട്ടത്തിൽ ഇതാണ്. ദൈവം ഓരോ ജന്തുവിനും ഓരോ ശബ്ദമല്ലേ കൊടുത്തിരിക്കുന്നത്, അതിനെ തിരിച്ചറിയാൻ. അന്ന് പട്ടിയായാലും പൂച്ചയായാലും കാക്കയായാലും ഏത് ജന്തുവിനും, കോഴിയായാലും താറാവായാലും അതിനൊക്കെ അതിൻ്റെ ശബ്ദമുണ്ട്. വിശുദ്ധന്മാരുടെ ശബ്ദം എന്താണ്? മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ. ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന ശബ്ദം എന്ന് പറയുന്നത്. താറാവ് പോകുന്നിടത്തെല്ലാം ക്വാക്ക് 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 എന്ന് പറഞ്ഞു, നമ്മൾ പോകുന്നിടത്തെല്ലാം മനസ്സലിവ്, ദയ, 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 താഴ്മ, ദയ, 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 ദയ എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുന്നത്. അതൊക്കെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒരു വലിയ ഇതാണ്. ഈ നമ്മൾ ക്രിസ്ത്യ ജീവിതം വിജയിക്കുന്നത് നമ്മുടെ സ്വത്വത്തിന് നിൽക്കുന്നതായിരിക്കുന്ന ഈ സ്വഭാവം നാം ധരിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ പോലീസുകാരനായിട്ട് ഒരാളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ, ട്രെയിനിങ്ങിന് വിടുന്നതിന് മുമ്പ് അവരെന്താ ട്രെയിനിങ് കൊടുക്കുന്നത്? തെറി പറയാനാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. എൻ്റെ ഒരു സ്നേഹിതന് പോലീസിലെ സെലക്ഷൻ കിട്ടിയപ്പം പറഞ്ഞു, നമ്മളത് വിട്ടിട്ട് പോന്നു. അവനോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു നീ എന്താ വിട്ടു പോകുന്നു? ഈശ്വര നമുക്കൊന്നും ഒടുങ്ങ് ഒക്കില്ലെന്ന് പറഞ്ഞു. അവർ ചെല്ലുമ്പോഴേ നമ്മോട് പറയുന്നത് തെറി തന്നെ പറയാനാണ്. അവർ പറയിപ്പിക്കുമെന്ന് പറഞ്ഞു. പറയാന്ന് ഒരാൾ പോലീസ് സ്റ്റേഷനോട് കയറി ചെല്ലുമ്പോഴേ അവനെ ക്രീറ്റ് ചെയ്യുന്നതുണ്ട്, തെറി പറഞ്ഞു. അവർക്കറിയാം ആരോടാ പറയേണ്ടതെന്ന് പറയും. ഖദറുമൊക്കെ ധരിച്ചാണെങ്കിൽ സാർ ഇരുന്നാട്ട് എന്നൊക്കെ പറയും. വേറെ ചെല്ലുമ്പോൾ വരുമ്പോഴേ അവനറിയാം അവന് പാർട്ടി വേറെയാണ്. നമ്മളൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നാൽ നമുക്ക് എന്ത് ബഹുമാനം തരുമെന്നുള്ളത്, അവർ നമ്മളെക്കുറിച്ച് എന്ത് ഇമ്പ്രഷനാണ് അവർക്ക് കിട്ടുന്നത് എന്നുള്ളതിനെ ആസ്പദമാക്കിയ. നല്ല ഇമ്പ്രഷൻ കൊടുക്കാൻ സാധിച്ചാൽ ഇരിക്കുക സാറ് എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ മറികടന്ന് പറയും. നമ്മൾ സഹോദരൻ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഹലോ സാർ എന്ന് പറഞ്ഞു, സബ് ഇൻസ്പെക്ടറോട് പ്രസയോടെ പറഞ്ഞു ഹലോ സാർ എന്ന് പറഞ്ഞു. ഹലോ ഇതെന്തുകൊണ്ട് ടെലിഫോൺ ബൂത്താന്ന് പറഞ്ഞു. മാറിവിടില്ലെന്ന് പറഞ്ഞു. ഹലോ എന്ന് പറഞ്ഞ് വന്നിരിക്കുക ടെലിഫോൺ ബൂത്തിലേക്ക്. പുള്ളിക്കാരന് ഈ രാജ്യത്തല്ലായിരുന്നു കുറച്ചു കാലം, അതുകൊണ്ട് അവിടെ ഹലോ സാർ എന്നൊക്കെ പറയുമേ. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഉണ്ട് അവരുടേതായിരിക്കുന്ന ഒരു രീതികളൊക്കെ ഉണ്ട്. അതനുസരിച്ചൊക്കെ നമ്മൾ അവരോട് പെരുമാറണം. പക്ഷെ നമ്മുടെ രീതി നമ്മൾ ദൈവമക്കളാണെന്നുള്ളതാണ്. അപ്പൊ അതനുസരിച്ച് നമ്മൾ പെരുമാറിയെങ്കിലേ നമുക്ക് സാധിക്കും. മൂന്നാമത് ഇവിടെ പൗലോസ് പറയുന്നത്, ഞാൻ പെട്ടെന്ന് ഓടിച്ചങ്ങ് പോയി, ഒരുപാട് വിശദീകരണമൊന്നും പറയുന്നില്ല. മൂന്നാമത് പറയുന്നത്, നമ്മുടെ സ്വത്വത്തിനും ദൈവിക സ്വഭാവത്തിനും യോഗ്യമായ പെരുമാറ്റം നമ്മൾ എപ്പോഴും യാഥാർത്ഥ്യമായിരിക്കും. നാം ദൈവത്തിന്റെ മക്കളാണ്, വൃതന്മാരാണ്, ദൈവത്തിന്റെ ബിലബിഡാണ് എന്നൊക്കെ ഉള്ളതും, അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവം മനസ്സരിവും ദയയും താഴ്മയും സൗമ്യവും ദീർഘക്ഷമയും ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ പെരുമാറ്റം അതുപോലെ ആയിരിക്കും. അതിവിടെ വളരെ രസമായിട്ട് അറിഞ്ഞിരിക്കുന്നത്, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അന്യോന്യം ദൈവനാണ്. കർത്താവിന്റെ സ്വത്വം താൻ ദൈവത്തിന്റെ മകനാണ്, പുത്രനാണ്, ദൈവമകനാണ്, ദൈവപുത്രനാണ്. അതുപോലെ പാവരഹിതനായ മനുഷ്യനായി, സാക്ഷാൽ മനുഷ്യനായി വന്നവനാണ്, ലോകത്തിന് രക്ഷിതാവാണ്. അപ്പൊ അതിന് തക്കവണ്ണമാണ് കർത്താവ് ക്ഷമിച്ചു. കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചത് എന്താ? പിതാവേ, ഇവർ ചെയ്യുന്നതിനെന്നറിയായിക ഇവരോട് ക്ഷമിക്കണമെന്നാണ്. നമ്മളൊക്കെ അത് എങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കുന്നത്? ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിക്കുകയില്ല, നമ്മൾ പറയുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ ആയി. ഇനി വല്ലതും ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് വെച്ചാൽ, പിതാവേ ഇവന്മാരെ എല്ലാം നശിപ്പിക്കണേ, മുടിച്ച് അല്ലേ, കണ്ടില്ലേ എന്നോട് ഇവന്മാർ ചെയ്യുന്ന, നീ അവരെ ക്ഷമിക്കരുതേ, അവരെ 1000 തലമുറ വരെ നരകത്തിന്റെ അടുത്ത് പുഴുക്കണേന്നൊക്കെ നമ്മൾ ക്ഷമിക്കണമെന്നൊക്കെ പറയുമോ? കർത്താവിന് ചെയ്തതുപോലെയൊക്കെ നമ്മോട് ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് ക്ഷമിക്കണമെന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. സാധർമ്മ്യ പെരുമാറ്റം, അനലോഗസ് ബിഹേവിയർ. കർത്താവ് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ നാമും പെരുമാറും. അത് നിർബന്ധിതമാണ്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് സുവിശേഷങ്ങളിൽ നന്നായിട്ട് നാം പഠിക്കണം. കർത്താവ് എങ്ങനെയാണ് പാപികളോട് ഇടപെട്ടത്, എങ്ങനെയാണ് സ്ത്രീകളോട് ഇടപെട്ടത്, എങ്ങനെയാണ് കുഞ്ഞുങ്ങളോട് ഇടപെട്ടത്, എങ്ങനെയാണ് മത നേതാക്കന്മാരോട് ഇടപെട്ടത്, സ്വയനീതിക്കാരോട് ഇടപെട്ടത്, സാധുക്കളോട് ഇടപെട്ടത്, അനാഥർ, വിധവമാര്, ഇങ്ങനെയുള്ളവരോട് എങ്ങനെ ഇടപെട്ടത്, പരീശന്മാരോട് എങ്ങനെ ഇടപെട്ടത്,
ശാസ്ത്രിമാരോട് എങ്ങനെ ഇടപെടും, ഇതൊക്കെ നമ്മൾ പഠിക്കണം. അതുപോലെ നമ്മൾ ചെയ്താൽ മതി. നമുക്ക് നമ്മുടേതായ ഒരേ ഒരു പെരുമാറ്റ ചട്ടമുണ്ട്. അത് ഭാരതീയരായിരിക്കും നമുക്ക് ഉണ്ട്. നമ്മൾ അങ്ങനെ പെരുമാറുന്നു. നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്നതാ. നമുക്കതൊക്കെയില്ല. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ചെയ്യും. കാരണം എന്താ? നമ്മൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ദൈവത്തിന്റെ വ്രതന്മാരാണ്, ദൈവത്തിന്റെ പ്രിയന്മാരാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാനൊക്കൂ. അത് തന്നെയോ നമ്മുടെ സ്വഭാവം തോന്നിരിക്കും. നമ്മുടെ സ്വഭാവത്തെ പറ്റി എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ മനസ്സിലുള്ളവരും ദയുള്ളവരും താഴ്മയുള്ളവരും സൗമ്യതയുള്ളവരും ദീർഘക്ഷമയുള്ളവരുമാണ്. ദീർഘക്ഷമയുള്ളവർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ ഒക്കുവോ? ദയുള്ളവർ ക്രൂരന്മാരെ പെരുമാറാൻ ഒക്കുവോ? മനസ്സിലുള്ളവര് കാഠിന്യം പ്രവർത്തിക്കാൻ ഒക്കുവോ? ഒക്കുകയില്ല. സൗമ്യതയുള്ളവര് കോപം കാണിക്കാൻ ഒക്കുകയില്ല. ഇതൊന്നും നമുക്ക് ഒക്കുകയില്ല. അതൊക്കെ വൈരുദ്ധ്യങ്ങളാണ്, നമ്മുടെ സ്വഭാവവുമായി നിരക്കുന്നതല്ല. അതുകൊണ്ട് ക്രിസ്തു നമ്മോട് പെരുമാറിയതുപോലെ നാമും മറ്റുള്ളവരോട് പെരുമാറും. കാരണം നമ്മുടെ പൊസിഷൻ, നമ്മുടെ ഐഡന്റിറ്റി അതാണ്. ഐഡന്റിറ്റിക്ക് യോഗ്യമായ നിലയിൽ തന്നെ വേണം നാം പെരുമാറാൻ. ചില സമയങ്ങൾ നമ്മുടെ ഐഡന്റിറ്റിക്ക് യോഗ്യമല്ലാത്ത നിലയിൽ പെരുമാറുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. വളരെ ബുദ്ധിമുട്ട്. ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ അപ്പച്ചൻ പത്തനംതിട്ട ഹൈസ്കൂളിൽ പഠിപ്പിച്ചെന്നുള്ളത് കൊണ്ട് മിക്കവാറും പത്രങ്ങൾ എല്ലാവർക്കും അപ്പച്ചനെ അറിയാം. അതുകൊണ്ട് ഞാൻ വളരെ പേടിച്ചാണ് നടക്കുന്നത്. കാരണം എന്താ? അപ്പച്ചനെ അറിയാവുന്നത് കൊണ്ട് സ്കൂളിൽ വിട്ട് അപ്പച്ചൻ ഇന്ന് മോനെ എന്ന് പറയും. തീർന്നു. വീട്ടിൽ വന്ന ബോംബ് പൊട്ടുന്നുള്ള യാതൊരു സംശയവുമില്ല. ഇന്ന് മോനെ. അതുകൊണ്ട് എനിക്കൊരു സോഡ കുടിക്കണമെങ്കിൽ അപ്പച്ചൻ വരുന്ന വഴിയിലെങ്കിൽ ഞാൻ പോയി സോഡ കുടിക്കില്ല. വഴി വിട്ട് മാറി എവിടെങ്കിൽ പോയി ഒരു സോഡ കുടിക്കും. കാരണം സ്കൂളിൽ നിന്ന് വിട്ടാൽ വീട്ടിൽ വന്ന് വേണേൽ വെള്ളം കുടിച്ചോണം, മോരും വെള്ളം വേണേൽ കുടിച്ചോണം. ഇടയ്ക്ക് വെച്ചൊരു കുടിയെന്ന് പറയുന്നതൊന്നും ശരിയല്ല. അങ്ങനെയാ. അപ്പച്ചന് വേണ്ടി ഒരു സോഡ കുടിക്കാം, മക്കൾക്ക് കുടിക്കാൻ ഒക്കില്ല. നമുക്ക് വെച്ച ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പൊ ക്രിസ്തു നമ്മോട് ക്ഷമിച്ചതുപോലെ നാമും ക്ഷമിക്കും. നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ബലഹീനതകളുണ്ട്, നമ്മുടെ ടെമ്പർമെന്റ് ബലഹീനതകളുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഭയങ്കര നിർബന്ധ ബുദ്ധിക്കാരനായും ഭയങ്കര ക്ഷിപ്രകോപിയായും അല്ലേ പലരും ജനിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ ജനിച്ചവർക്ക് പിന്നെ അപ്പന്മാരവരെ എങ്ങനെയാണ്? ഭയങ്കര ക്ഷിപ്രകോപിയും നിർബന്ധ ബുദ്ധിയും കർക്കശവും ഒക്കെ ഉള്ള അപ്പൻ്റെ മക്കളായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അതൊക്കെയല്ലേ കാണിക്കുന്നുള്ളൂ. പിന്നെ ദൈവം തമ്പുരാന് വലിയ ഗുണം ചെയ്യും. സാധാരണഗതി കാർക്കശ്യക്കാരനായ ഒരു പുരുഷന് ദീർഘക്ഷമയും സൗമ്യതയും ദൈവമൊക്കെയുള്ള ഒരു ഭാര്യയായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ എൻ്റെ അപ്പച്ചൻ്റെ സ്വഭാവം എൻ്റെ അമ്മച്ചൻ്റെ സ്വഭാവം തമ്മിൽ അങ്ങനെ ആയിരുന്നു, വൈരുദ്ധ്യ സ്വഭാവങ്ങളായിരുന്നു. അതുകൊണ്ട് അപ്പച്ചൻ കോപിക്കുന്നിടത്ത് നമ്മൾ ഉണ്ടാതിരിക്കും. അമ്മയ്ക്ക് കോപിക്കാൻ അറിയില്ല, ഇപ്പൊ കോപിച്ച് കണ്ടിട്ടുമില്ല. നല്ലതല്ലേ? നല്ലതാ. ഞാനും ഗ്രേസും ഒരേ സ്വഭാവക്കാരല്ല, സ്വഭാവക്കാരാണ്. പക്ഷേ ദൈവം എൻ്റെ സ്വഭാവത്തെ ഒരുപാട് വ്യത്യാസപ്പെടുത്തി ഞാനും ഭാര്യയുടെ സ്വഭാവത്തോടെ ഏകദേശ രൂപത്തിലൊക്കെ ഇണങ്ങി വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴേ അങ്ങനെ ഭാര്യയെ വിളിച്ച് ഞാൻ പറഞ്ഞു, ചെറുപ്പത്തിലൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എൻ്റെ കാർക്കശ്യത്തിൽ. എനിക്കെല്ലാം സമയം കൃത്യമായിരിക്കണം, ടേസ്റ്റും കൃത്യമായിരിക്കണം ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ വയസ്സ് ചെല്ലുമ്പോൾ ആളുകൾ ഇങ്ങനെ കുൽവാശിക്കാരാന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇനി യാതൊരു ബുദ്ധിമുട്ടും എന്നൊന്നും ഉണ്ടാവില്ല, നീ എന്തുന്നാലും കഴിച്ചോളാം കുടിച്ചോളാം, ഞാനൊന്നും പറയില്ല. എരിയാന്നേലും ഉപ്പാന്നേലും മുളകാന്നേലും 8 മണിയുടെ 10 മണിക്കാന്നേലും 11 മണിക്കായാലും ഞാനൊരു വാക്കും ഒരിയാടുമില്ല. അങ്ങനെ പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് ചോദിച്ചാല്, അല്ലെങ്കിൽ എൻ്റെ ചെറുപ്പത്തിലെ നിർബന്ധവും വാശിയും ഒക്കെ ഞാൻ കാണിച്ചു കഴിഞ്ഞാല് ഗ്രേസിന് അത് വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഇപ്പൊ സ്വഭാവത്തിന് വ്യത്യാസം പറഞ്ഞു. ഈ കർത്താവിന്റെ സ്വഭാവമാണല്ലോ നമ്മളിലേക്ക് വരേണ്ടത്. പറയില്ല, ഇത്ര വർഷമായിട്ട് സൂര്യ പ്രസവിച്ച് നടന്നിട്ട് ഇയാളുടെ ഒരു വ്യത്യാസം വന്നതെന്ന് പറഞ്ഞാൽ എന്താ പറയും? അപ്പൊ നമ്മൾക്ക് ആ വ്യത്യാസങ്ങൾ വരുത്തണം. 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴേ അവിടെ പറയാണ്, എല്ലാറ്റിനും മീതെ സ്നേഹം ധരിക്കാനാ പറഞ്ഞത്. എല്ലാറ്റിനും മീതെ. ഓവർകോട്ട് ഇടും. നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളവർക്ക് ഒരു ചെറിയ ഓവർകോട്ടൊക്കെ ഉണ്ട്. നമ്മുടെ കേരളക്കാർക്ക് ഒന്നുമില്ല. അതെ, അവർക്ക് അണ്ടർ കോട്ട് ഇല്ലാത്തതുകൊണ്ട് ഓവർകോട്ട് ഒരു കോട്ടേ ഉള്ളൂ. അതിനെ ഓവറൊന്നും ഉണ്ടെന്നും എന്തുകൊണ്ട് പറഞ്ഞോ. പല ആളുകൾ പിരിയുമ്പോൾ ധരിക്കില്ല. ഇവിടെ ഷർട്ടെടുത്ത് അത് മാത്രം അങ്ങനെ. അതുകൊണ്ട് ഈ മീതെ ധരിക്കാനുള്ളതായിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട് മനസ്സിലാക്കാൻ. അപ്പൊ ദൈവസ്വത്വമുള്ള നാം ദൈവ സ്വഭാവത്തിന്റെ അതിപ്രധാനമായ ഭാഗമാണ് സ്നേഹം എന്ന് പറയുന്നത്. ദൈവ സ്നേഹമാകുന്നു. ദൈവത്തെ പറ്റി അങ്ങനെ സസ്റ്റൻഡൈവൽ
രീതിയിൽ പറഞ്ഞിട്ടുള്ളത് സ്നേഹവും മാത്രമേ ഉള്ളൂ. ദൈവം വിശുദ്ധിയാകുന്നില്ല, വിശുദ്ധനാകുന്നതേ ഉള്ളൂ, അഡ്ജക്റ്റീവൽ ഫോമേ ഉള്ളൂ. പിന്നെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് പറഞ്ഞില്ല, ദഹിപ്പിക്കുന്ന അഗ്നി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ പറ്റി ഐഡന്റിറ്റി പറഞ്ഞിരിക്കുന്നത് ദൈവം സ്നേഹമാണ്. അപ്പൊ നമ്മോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ദൈവത്തിന്റെ അതിപ്രധാനമായ സ്വഭാവം എന്ന് പറയുന്നത് സ്നേഹമായതുകൊണ്ട് സകലത്തിനും മീതെ നാം എന്ത് ചെയ്യണം? above all things put on love എന്നാണ്, which is a bond of perfection. നമ്മളെ ദൈവവുമായി ഒട്ടിപ്പിടിപ്പിക്കുന്ന ഈ ചിലതല്ലേ ബോണ്ടഡ് എന്നൊക്കെ പറയും, ബോണ്ടഡ് ലെതർ എന്നൊക്കെ പറയും. എന്നാൽ ഒട്ടിച്ച ലെതറാണ്, 2 പീസ് തമ്മിൽ ഒട്ടിച്ചതാണ്. അത് പ്ലൈവുഡ് വാങ്ങാൻ ചെല്ലുമ്പോഴൊക്കെ ചില ബോണ്ടഡ് പ്ലൈവുഡ് ഉണ്ട്, ഇളകില്ല, നല്ല ഹൈ ക്വാളിറ്റി പശ കൊണ്ടൊക്കെയാണ് അത് ഒട്ടിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും വെള്ളത്തിലിട്ടാലും അത് ഇളകില്ല. നമ്മളെയും ദൈവത്തെയും കൂടെ അങ്ങനെ ഒട്ടിച്ചിരിക്കുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവമായിരിക്കുന്ന സ്നേഹം കൊണ്ടാണ്. എന്നിട്ട് ഇനി നമ്മളോട് മറ്റുള്ളവരെ ഒട്ടിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഒരു ബ്രഷ് എടുത്ത് ആ ദൈവത്തിന്റെ സ്നേഹത്തെ 2 കോട്ടം കടിക്കുക, അടിച്ചിട്ട് നമ്മളെ മറ്റയാൾ കണ്ടു വരുമ്പോൾ അങ്ങ് ഒട്ടിപ്പിടിക്കുക. എന്താ പറയുക? അതാ എല്ലാറ്റിനും മീതെ, സർവത്തിനും മീതെ ദൈവത്തിന്റെ അതിപ്രധാനമായ സ്നേഹത്തെ നാം ഉത്കൃഷ്ട സ്വഭാവമായി ധരിക്കേണ്ടതാണ്. പുട്ട് ഓൺ ലവ് എന്നാണ്, പുട്ട് ഓൺ ലവ് വിച്ച് ഈസ് ദ ബോണ്ട് ഓഫ് പെർഫെക്ഷൻ. ബോണ്ട് ഓഫ് പെർഫെക്ഷൻ, പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിപ്പിക്കുന്ന പശ അതാണ് സ്നേഹം. നമുക്കില്ലാത്തതാണ് അല്ലേ? ദൈവത്തോട് നമ്മെ ബോണ്ട് ചെയ്തിരിക്കുന്നത് സ്നേഹം എന്ന അതിമഹത്വമായ ഗ്ലൂ കൊണ്ടാണ്. നാം തമ്മിൽ ഒട്ടിപ്പിടിക്കേണ്ടത് സ്നേഹം എന്ന അതിമഹത്തായ ഗ്ലൂ കൊണ്ടാണ്. ചില പശകളൊക്കെ എണ്ണയ്ക്കകത്തും പെട്രോളിൻ്റെ അകത്തും ഒക്കെ അത് അരിഞ്ഞ് പോവും. എനിക്ക് തോന്നുന്നു ദൈവം ഇങ്ങനെ സ്നേഹമാകുന്ന ഗ്ലൂ ഒക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് ഒട്ടിക്കും. നമ്മൾ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ പെട്രോളിലോട്ട് മുക്കി മേളിൽ 2 കൂട്ടം കട്ടി, എന്നിട്ട് വേറെ വല്ലവരും കൂടെ ഒട്ടിച്ച് ഒട്ടിപ്പിടിച്ചിരിക്കുമോ? ഒട്ടിപ്പിടിച്ചിരിക്കില്ല. പശയില്ലാത്ത ഷാമ്പു പോലെ നമ്മൾ ഇട്ടിട്ട് അവിടെ ഇട്ടു കൊണ്ടുവന്ന് ബോക്സിൻ്റെ അകത്തിരും. ഇട്ട് കഴിയുമ്പോൾ എന്താണ്? സ്റ്റാമ്പ് താഴെയും കിടക്കും, ഇത് വേറെയും കിടക്കും. ആ എങ്ങും പോകില്ല. അവരെടുത്ത് പോസ്റ്റ് എടുക്കുമ്പോൾ സ്റ്റാമ്പില്ലാത്ത അവരൊരു സീലടിച്ചു വിടും, സ്റ്റാമ്പില്ല എന്നും പറഞ്ഞ് തിരിച്ചടിച്ചു വിടും. പലപ്പോഴും നമ്മുടെ അങ്ങനെ, അതുകൊണ്ട് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നു. സ്നേഹമുള്ള മനുഷ്യരുടെ അടുക്കൽ ആര് എന്നാലും അറിയാതെ ഞാൻ ഒട്ടിപ്പിടിച്ചു. സ്നേഹമുള്ളിടത്ത് ചെന്നാൽ ഒട്ടിപ്പിടിച്ചിരിക്കും, വേർപെടുത്താൻ സാധിക്കില്ല. സൂപ്പർ ഗ്ലൂ പോലെയാണ്. പിന്നെ കൈ മുറിച്ച് വേർപെടുത്തും. ദൈവത്തിന്റെ അതിമഹത്തായ സ്വഭാവമാണ് സ്നേഹം എന്ന് പറയുന്നത്. നമ്മളങ്ങനെ സ്നേഹമുള്ള ആളുടെ അടുക്കൽ ചെന്നേ നമ്മളെല്ലാം മറക്കും, നമ്മളെ തന്നെ മറക്കും, അവരുടെ കുറവും മറക്കും, നമ്മുടെ കുറവും എല്ലാം മറക്കും. നമ്മൾ അറിയാതെ അങ്ങനെ ഒട്ടിപ്പിടിച്ച. അതുകൊണ്ട് അത് മീതെ ധരിക്കാനാണ് പറഞ്ഞത്, സകലത്തും മീതെ അത് ധരിക്കാനാണ്. നമ്മളെ കൊണ്ട് ഒക്കുവോ സ്നേഹം ധരിക്കാൻ? സ്നേഹം അഭിനയിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരും, അത് ശരിക്കും അഭിനയിക്കാൻ കഴിയില്ല. കാരണം ഇല്ലാത്ത സ്നേഹം എന്ന് പറയുന്ന അഭിനയിച്ച അധികമൊന്നും ശരിയാവില്ല. ഞങ്ങളുടെ ചെറുപ്പത്തിൽ, ഞാൻ ചെറുപ്പമായിരിക്കാൻ പോകുന്നത് എൻ്റെ പെങ്ങളെ 3ാമത്തെയാണ്. പെങ്ങള് ജനിച്ചപ്പോൾ അപ്പച്ചനൊരു പശുവിനെ വാങ്ങിച്ചു പാലിന് വേണ്ടി. വല്ലവരും വാങ്ങുന്ന പാലെല്ലാം വെള്ളമാണെന്ന് പറഞ്ഞ് നല്ലൊരു പശുവിനെ വാങ്ങിച്ചു. ജോലിക്കാരെയും വീട്ടിൽ നിർത്തി. അപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു, മക്കൾക്ക് വെള്ളം ചേർക്കാതെ പാല് കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇഷ്ടംപോലെ പാലുണ്ട്. സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ അന്ന് എനിക്ക് 10-12 വയസ്സുണ്ട്. ചില പെങ്ങൾ എനിക്ക് ഞങ്ങൾ 10 വയസ്സ് ഈ അമ്മച്ചി, ഒരു അമ്മച്ചി 16 വയസ്സുള്ള ഒരു അമ്മച്ചി വന്ന്, മോനെ നീ സ്കൂളിൽ നിന്ന് വരികയോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് ഇഞ്ഞ് തരും കുടിക്കാൻ. അത് ഈ വെള്ളത്തിന്റെ അകത്തോട്ട് 2 തുള്ളി പാലൊഴിച്ചതാ. കുറച്ച് ദിവസം ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ആ പാലിന് എന്തോ ഒരു ദോഷമുണ്ടെന്ന് പറഞ്ഞു. അത് പാല് പോലെ ഇരിക്കുന്നില്ല, വെള്ളം പോലെ ഇരിക്കുന്നു പറഞ്ഞു. പിന്നെ ഒരു ദിവസം അപ്പച്ചത് കണ്ടുപിടിച്ചു, പാല് മുഴുവൻ അവർ കുടിക്കുക, ഞങ്ങൾക്ക് വെള്ളം മുഴുവൻ തരും. പാലിൻ്റെ അകത്തൊഴിച്ച് വെള്ളം ഒഴിച്ചാൽ കുഴപ്പമില്ലായിരുന്നു, വെള്ളത്തിലൊഴിച്ചിട്ട് പാലൊഴിക്കുമ്പോഴല്ലേ പ്രശ്നം. നമുക്കും അതന്നെ പ്രശ്നമെന്ന് പറയുന്നത്. യഥാർത്ഥമായ സ്നേഹമൊന്നും നമ്മളിലില്ല. ഈ അഭിനയിക്കുന്ന സ്നേഹം കൊണ്ട് എത്ര നേരം നിൽക്കും? മൈസൂർ സാൻഡൽ സോപ്പിട്ട് കുളിച്ചു കഴിഞ്ഞാൽ എത്ര മണിക്കൂർ നിൽക്കും നമ്മൾ സാൻഡലിന്റെ മണം വന്നത്? ആദ്യം നേരം ഒന്നും നിൽക്കില്ല. കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരു മണമൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം കൊടുത്ത് കഴിഞ്ഞ് ഒരു വേർപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ എവിടെയും പോയിരിക്കുമ്പോൾ മൈസൂർ സാൻഡലാണോ വേറെ എന്തോ സാൻഡലാണെന്നൊന്നും അറിയില്ല. പിന്നെ ചില പെർഫ്യൂംസ് ഒക്കെ ഇച്ചിരി അടിച്ചാൽ 2-3 മണിക്കൂറൊക്കെ നിൽക്കും, അത് കഴിഞ്ഞ് പോകും. എന്നാൽ നിങ്ങൾ നല്ല ചന്ദനമുട്ടി എടുത്തുകൊണ്ട് പോക്കറ്റ് ഇട്ടും കൊണ്ട് അങ്ങ് നടക്കുക എന്ന് വിചാരിച്ചു, കാതൽ തന്നെ. അല്ലെങ്കിൽ നിങ്ങൾ ചന്ദനത്തിന്റെ ഓയിൽ വാങ്ങിച്ച്, പ്യുവർ ഓയിൽ വാങ്ങിച്ച് നിങ്ങളുടെ പോക്കറ്റിൽ ഒരു ബോട്ടിലിൻ്റെ അകത്തിട്ട് അടക്കി വെക്കുക. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളത് ശകലം
ഞാനിക്ക് എൻ്റെ സ്നേഹിതൻ അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ എന്താ ഒരു സമ്മാനം വാങ്ങിച്ചു കൊടുക്കുന്നു വിചാരിച്ചു. അവിടെ കിട്ടാൻ സാധനമൊന്നും ഇവിടെ ഇല്ലല്ലോ. അപ്പൊ ഞാൻ കേരള ഈ ഹാൻഡിക്രാഫ്റ്റ് ഇതിൽ പോയി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ചന്ദന ഓയിൽ, പ്യൂർ ചന്ദന ഓയിൽ കിട്ടുമല്ലോ സാറേ എന്ന്. അത് എങ്ങനെയാ? അത് സാധാരണ 100 cc ആണ്, 100 ml ആണ് വരുന്നത്. സാറ് കൂടുതൽ ഓർഡർ ചെയ്താൽ. അപ്പം ഞാൻ ചോദിച്ചു 100 ml അത്ര ആകുമെന്ന് ചോദിച്ചു. പറഞ്ഞു 10,000 രൂപ. 10,000 രൂപ 100 ml? അത് ചന്ദനവും ഇല്ല കേട്ടോ. ചന്ദനത്തിന്റെ കാതല് വാറ്റി പുഴുങ്ങി വാറ്റി എടുക്കുന്ന പ്യൂർ ഓയിൽ. അതിന്റെ വെള്ള ചെത്തി കളഞ്ഞ വെള്ളയൊക്കെ ഇല്ലേ, അതിന്റെ ചെറിയ മണമേ ഉള്ളൂ. അതിട്ടാണ് നമ്മുടെ ഈ ചന്ദന സോപ്പൊക്കെ ഉണ്ടാക്കുന്നത്. അതാ നമ്മൾ വലിയ കാര്യമായിട്ട് മണത്തോണ്ട് നടക്കുന്നത്. അതിന് ഭയങ്കര വിലയാ. ഞാൻ പറഞ്ഞ ഈ സ്നേഹം യഥാർത്ഥമായിട്ടുള്ള വിശ്വാസികൾക്ക് ഭയങ്കര വിലയാ. അവർക്ക് ഭയങ്കര വിലയാ. അവർ യഥാർത്ഥ സ്നേഹമുള്ളവരാണ്. എത്ര നല്ലവരാണത്. ഇത് നമുക്ക് പരിചയമുള്ളതായിരിക്കുന്ന ഒരാള് പ്യൂർ ചന്ദനം കൊണ്ടുണ്ടാക്കിയതായിരിക്കുന്ന ഒരു വിഗ്രഹം, ആരുടെയാ നിൽക്കില്ല, ശിവന്റെ വിഗ്രഹം, ആരുടെയോ വിഗ്രഹം, അത് വിൽക്കാനായിട്ട് ഒരുപാട് നടന്നു. അതിന് 50 ലക്ഷമോ 25 ലക്ഷം രൂപയൊക്കെ വില. 50 ലക്ഷം രൂപ ചോദിച്ചാൽ ആരും വന്ന് വിലയോട് പറയുന്നില്ല. വിളിച്ചു. ഭയങ്കര വിലയുള്ളതാ. ചന്ദനത്തിന്റെ വിലയൊക്കെ ഭയങ്കര കേട്ടോ. അതുകൊണ്ടല്ലേ ചന്ദനം കൊണ്ട് കിടന്ന പിടിക്കുന്നത്. അല്ല മരം മുട്ടിയും കൊണ്ട് കിടന്ന, ഇവിടെ കാഞ്ഞിരത്തിനെ മുട്ടിയും കൊണ്ട് കിടന്ന ആരും പിടിക്കുമോ? രാവിലെ മുട്ടിയും കൊണ്ട് കിടന്ന പിടിക്കുമോ? ഇച്ചിരി ചന്ദനത്തിന്റെ ഒരെണ്ണം കൊണ്ടിട്ടാണ് നീ പോലീസ് ഗോതമ്പ് തിന്നിട്ട് വരുന്നുണ്ട് 2 ദിവസം എന്ന് പറഞ്ഞ പോലെ യഥാർത്ഥമായ സ്നേഹമുള്ള വിശ്വാസികളെ ആളുകൾ പിടിച്ചോണ്ട് പോകും. കാരണം എന്താണെന്നറിയാമോ? അവർ നമ്മളെ കൊണ്ടുപോയി കണ്ണാടിക്കൂട്ടിട്ടു. കാരണം ഇങ്ങനത്തെ സാധനത്തെ ലോകത്ത് കാണാനില്ല. ലോസ്റ്റ് സ്പീസീസ് എന്ന് പറയും. വംശനാശം പറ്റിയ ആളുകൾ പോലെയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ക്രിസ്തുവിന്റെ സ്നേഹം വസ്ത്രമായി ധരിച്ച് ജീവിക്കുന്ന ആളുകളെ? ചില സന്ദർഭങ്ങളിൽ ചില ആളുകളെയൊക്കെ കാണാനിടയായിട്ടുണ്ട്. അവരെ കണ്ടാൽ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് പോകാൻ തോന്നുകയില്ല. എന്തോ ഒരു സ്നേഹമാണ്. അപ്പൊ അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ദൈവസ്വത്വമുള്ള നാം ദൈവ സ്വഭാവത്തിന്റെ അതിപ്രധാനമായ സ്നേഹത്തെ നമ്മുടെ ഏറ്റവും ഉത്കൃഷ്ട സ്വഭാവമായി ധരിക്കണം. അങ്ങനെ ഗ്ലൂ ചെയ്തിരിക്കണം. 5-ാമതായിട്ട് പറഞ്ഞത് 15-ാമത്തെ വാക്യത്തില്, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴുക എന്നൊക്കെ പറഞ്ഞ എന്നാ എന്റെ റൂളെന്നാണ്. ലോകം മുഴുവൻ കീഴടക്കി ബ്രിട്ടന്റെ ജോർജ് 5-ാമൻ ചക്രവർത്തി വാണു. അതുപോലെ വാഴട്ട്. ഇന്ത്യയിൽ ചക്രവർത്തി ആർക്ക് വാണു. അതുപോലെ നെപ്പോളിയൻ വാണു. കുറച്ച് യൂറോപ്പിന്റെ ഭാഗങ്ങളെ ചെങ്കിസ് ഖാൻ വാണു. ഇങ്ങനെ ഓരോരുത്തർ വാണു. പക്ഷേ സമാധാനം വാഴുക എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം നമ്മുടെ സിംഹാസനത്തിൽ ഇരുത്തിയിരിക്കുന്നത് ആരെയാണ്? സമാധാനത്തെയാണ്. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്നാണ്. അപ്പൊ എന്തു വന്നാലും സമാധാനം നഷ്ടപ്പെടും. എന്തു വന്നാലും നഷ്ടപ്പെടുകയില്ല. മരണം വന്നാലും, ജനനം വന്നാലും, സാമ്പത്തിക ഭാരം വന്നാലും, ജോലി നഷ്ടം വന്നാലും, എന്ത് വന്നാലും, പരീക്ഷ തോറ്റാലും ഒന്നും നമ്മുടെ സമാധാനം പോവുകയില്ല. നമ്മുടെ സമാധാനം പോവില്ല. അതിന്റെ കാരണം എന്താ? സമാധാനം ഉള്ളവരല്ല നമ്മൾ. സമാധാനം രാജാവായി ഭരിക്കുന്ന രാജ്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ആരാ ഭരിക്കുന്നത് ചോദിച്ചാൽ ചക്രവർത്തി ആരാന്ന് ചോദിച്ചാൽ ആരാ? സമാധാനം എന്ന ചക്രവർത്തിയാണ് ഹൃദയത്തിൽ വാഴുന്നത്. പിന്നെ എവിടെ സമാധാനക്കേട് ഉണ്ടാകാനാ? ആരെത്ര കണ്ണുരുട്ടി കാണിച്ചാലും നമുക്കൊരു വിഷയമല്ല. കാരണം എന്താ? ഈ രാജ്യത്ത് ആരാ ഭരിക്കുന്ന? സമാധാനമാണ് ഈ രാജ്യത്ത് ഭരിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ ആരാ ഭരിക്കുന്ന? സമാധാനമാണ്. ദൈവത്തിന്റെ സമാധാനം, മനുഷ്യന്റെ സമാധാനമല്ല. സകല ബുദ്ധിയെയും കവിത സമാധാനമാണ് ഇവിടെ രാജാവായിട്ട് വാഴുന്നത്. അപ്പൊ സാഹചര്യങ്ങൾ പ്രതികൂലമായതെന്താ? എന്തായാലും എന്താ? സമാധാനം വാഴണം. ആ ഒരു അനുഭവത്തിലേക്കൊക്കെ വരണം. നമുക്ക് വലിയ പ്രയാസം. ചില ആളുകൾ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും സമാധാനമുള്ള ഹൃദയങ്ങൾ വാഴുന്നത് ഞാൻ കാണാനൊക്കെയിടയായിട്ടുണ്ട്. ഞങ്ങൾ സെമിനാറിലായിരുന്നപ്പോ മാർജ് എന്നല്ലായിരുന്നു ഗ്രേസയുടെ പേര്, ക്രിസ്ത്യൻ ഷിറോന്റെ ഭാര്യയുടെ പേര്. അവരെ 2-3 മക്കളുണ്ട്, കുഞ്ഞു മക്കളാ. 5 വയസ്സ്, 4 വയസ്സല്ല, 4 വയസ്സ്, 3 വയസ്സ്, 2 വയസ്സൊക്കെ 3 പിള്ളേരെ ഗ്രേസ നോക്കി. അവർക്ക് ക്യാൻസർ ആയിരുന്നു, ടെർമിനൽ ക്യാൻസർ.
സെമിനാരി പഠിക്കാൻ വന്ന ഫ്രഞ്ചുകാരാ ഞങ്ങളുടെ സഭയിലെ അംഗങ്ങളായത്. അപ്പോൾ അവർ ക്യാൻസറായി ഏത് സമയത്ത് മരിക്കും എന്നുള്ള അവർക്കും അറിയാം, അവിടെ ഭർത്താവിനും അറിയാം, എല്ലാവർക്കും അറിയാം. പിച്ചു കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ വീട്ടിൽ തന്നിരിക്കുക വളർത്താനായിട്ട് അവർ മരിച്ചിട്ട് പിന്നെ ശവം കൊണ്ട് അവർ ഫ്രാൻസിന് പോകും. അങ്ങനെ സംഭവിച്ചു. അപ്പം ഞാൻ അവരെ സമാധാനിപ്പിക്കാനായിട്ട് എന്നും പോകും. ഞാനവിടെ എൽഡർ തയ്യാർ എന്നും ഞാൻ വൈകിട്ട് പോവും. ഞാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഭയങ്കര ടൈറ്റായിട്ടാണ് പോകുന്നത്. എന്ത് പറഞ്ഞ മാർജിനെ ഒന്ന് സമാധാനപ്പെടുത്താനായിട്ട് സാധിക്കും. എന്താ പറയുന്നത്? അപ്പം ഇഞ്ചി കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് ഞാൻ കരയുമായിരുന്നു. ഏതായാലും 2 വയസ്സേ ഉള്ളൂ, മറ്റേ 3 വയസ്സും 4 വയസ്സും കുഞ്ഞുങ്ങൾ. എൻ്റെ അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അതെ, ക്രിസ്ത്യൻ ഷിറോൺ എന്നാണ് ഭർത്താവിൻ്റെ പേര്. എൻ്റെ ഇവിടെ ക്ലാസ്മേറ്റ് ആണ് സെമിനാരി. അതെ, അദ്ദേഹമൊക്കെ വിശ്വാസമൊക്കെ സമ്പന്നമായ മനുഷ്യനാണ്, അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഈ മാർജിനെ ആശ്വസിപ്പിക്കാനായിട്ട് ഞാനിങ്ങനെ പോവും. അവരെ കിടത്തിയിരിക്കുന്നത് ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും ടോപ്പാണ്, 35ാമത്തെ ഫ്ലോറാണെന്ന് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ്. അപ്പോൾ പോയിന്ന് എലിവേറ്റർ ലിഫ്റ്റിൽ മുന്നോട്ട് പോകുമ്പോൾ കർത്താവേ ധൈര്യം തരണമേ, കർത്താവേ ധൈര്യം, അവർക്ക് മുന്നിൽ നിന്ന് കരയാനിടയാകരുതേ, അവരെ ആശ്വസിപ്പിക്കാൻ വാക്ക് തരണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പോകുന്നത്. വളരെ പ്രയാസപ്പെട്ടില്ല. കാരണം ഈ കുഞ്ഞുങ്ങളെ പറ്റി ഓർക്കുമ്പോഴേ വലിയൊരു സങ്കടം. ഞാൻ ആ വാതിൽ പൂട്ടുകയില്ല, എപ്പോഴും ചാരിക്കുകയുള്ളൂ. ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഞാനൊക്കെ വേദന കൊണ്ട് ഭയങ്കര വേദനയുള്ള ക്യാൻസറായിരുന്നു. ഭയങ്കര വേദന, ഇറങ്ങിക്കൊണ്ടിരിക്കുക. അവർ തന്നെ ഞാൻ ആ വാതിലൊന്ന് മുട്ടുമ്പോൾ അവർ പെട്ടെന്ന് എഴുന്നേറ്റ് ഞാൻ കമോണിൽ നിന്ന് പറഞ്ഞ വാതിൽ തുറന്ന് ചെല്ലുമ്പോഴത്തേക്ക് അവർ മുഖത്തൊരു സന്തോഷം കാണുന്നു, സൂര്യൻ ഉദിച്ചു വരുന്നൊരു സന്തോഷം. എന്നിട്ട് അവരങ്ങനെ എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് തുടങ്ങുകയാണ്. അവർ പറയും, എൻ്റെ ബ്രദറെ, എന്നെ ദൈവം തമ്പുരാൻ 35ാം തീയതി കൊണ്ടിട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാം? എൻ്റെ ആത്മാവ് താഴെയാ ഞാൻ കിടന്നിരുന്ന അത്രയും സമയങ്ങൾ എടുക്കില്ലേ കർത്താവിലേക്ക് ചെല്ലാൻ. 35ാം തീയതി അവൻ എന്നൊക്കെ സ്വർഗത്തിലേക്ക് ഞാൻ പോകും. ബ്രദർ വിചാരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ അല്ലെ, അവിടെ ഞങ്ങളുടെ വീട്ടിലല്ലേ താമസിക്കുന്നത്, അവരെയൊക്കെ ദുഃഖിക്കരുത് ബ്രദറെ, ഞാൻ അവരെ പ്രസവിച്ചെങ്കിലും ദൈവമാണ് അവരെ തന്നത്, ഞാനല്ല അവരെ നോക്കുന്നത്, ദൈവം അവരെ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെ ചുരുക്കി പറയാൻ ഞാൻ അവിടുന്ന് പോരുമ്പോൾ ഭയങ്കര ആശ്വസിപ്പിക്കപ്പെട്ടവനായിട്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അവരുടെ മാർജിന്റെ ഹൃദയത്തിൽ രാജാവായി ചക്രവർത്തിയായി വാഴുന്നത് ദൈവസമാധാനം. അതുകൊണ്ടേ നമുക്കതിനെ പറയാനൊക്കെ, അല്ലാതെ ആർക്കും പറയാനൊക്കില്ല. അല്ലേ പറയാം, എനിക്ക് 10-15 വയസ്സേ ആയുള്ളൂ, ഞാൻ ഈ ചെറിയ പ്രായത്തിലെ കർത്താവ് എടുക്കാൻ പോവുക. ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ല, ഇനി അവരെ ആരാ നോക്കുന്നത്? ഇനിയും ക്രിസ്ത്യൻ വേറെ കല്യാണം കഴിച്ചാൽ അസിസ്റ്റന്റ് ആനമ്മ എങ്ങനെ നോക്കുമെന്ന് ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞാൽ അവർ കരയേണ്ടതാണ്. അവർ കരഞ്ഞില്ല. ഭയങ്കര ആശ്വാസം. അതാണ് ഈ പറയുന്നത്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം വാഴട്ടെ എന്ന് പറയുന്നത്. സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴണം. എന്തെല്ലാം പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ, എന്തെല്ലാം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ജീവിതത്തിൽ, ഈ സമാധാനം വാഴുന്നത് ഞാൻ എൻ്റെ ഏറ്റവും ചെറുപ്പത്തിലെ ഞാൻ അനുഭവിച്ചത്. എനിക്കന്ന് 4 വയസ്സ്. ചെറുപ്പത്തിലെ കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 4 വയസ്സ്. എൻ്റെ അപ്പച്ചൻ്റെ മൂത്ത പെങ്ങള്, 5 പെൺമക്കളാണ്. അത് കഴിഞ്ഞൊരു ആൺകുട്ടി ജനിച്ചു. അപ്പച്ചൻ പാമ്പ് കടിച്ച് മരിച്ചു. അപ്പോൾ ഗർഭിണിയാണ് അമ്മച്ചി, പ്രസവിച്ചത് ആൺകുട്ടി. അതിന് മുമ്പ് 5 പെൺമക്കളല്ല. വലിയ ആശ്വാസമായി. എൻ്റെ പ്രായം ഞങ്ങളിൽ ഒരു മാസങ്ങളുടെ ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ് ജനിച്ചത്. ആ കുഞ്ഞിന് 3 വയസ്സായപ്പം പെട്ടെന്ന് കുഞ്ഞ് മരിച്ചു. അമ്മയും 5 പെൺമക്കൾ. അപ്പോൾ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ തറവാട്ടിലാണ്, അവിടെയായിരുന്നു കുഞ്ഞ് മരിക്കുന്ന സമയത്ത്, അവിടെയാണ് അമ്മച്ചി. അവിടെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് 3 വയസ്സൊക്കെ ഉള്ളൂ, 3-3.5 വയസ്സൊക്കെ ഉള്ളൂ. ഞാനിപ്പോഴും ഓർക്കുന്നത് ഒത്തിരി ആളുകളൊക്കെ അവിടെ ഇരിക്കുന്നത്, കുഞ്ഞിനെ അവിടെ കിടത്തിയിരിക്കുന്നതും. ഈ അമ്മച്ചി അവിടെ ഒരു പാട്ടുപാടി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ദോഷമായിട്ടെന്നോടൊന്നും എൻ്റെ ദാതൻ ചെയ്യുകയില്ല എന്ന് പറഞ്ഞ ആ പാട്ട് അമ്മച്ചി അവിടെ നിന്ന് പാടി ഓർത്തേ. അത് കേട്ടവരൊക്കെ കരഞ്ഞു. ആ അമ്മച്ചി 98-100 വയസ്സ് വരെ ജീവിച്ചിരുന്നു. മക്കളെയും കെട്ടിച്ച് എല്ലാ കാര്യവും കഷ്ടം. അപ്പൊ അമ്മച്ചിക്ക് ഇത് പാടാൻ കഴിഞ്ഞത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഭർത്താവ് 2-3 കൊല്ലം മുമ്പ് പാമ്പ് കടിച്ച് മരിച്ചുപോയി. ഈ ഒരു മകൻ പിന്നെ പെൺമക്കളെ ഉണ്ടായിരുന്നുള്ളൂ. ഭർത്താവ് മരിക്കുമ്പോൾ ഗർഭിണിയായിരുന്നു. പ്രസവിച്ചപ്പോൾ ഒരു ആൺകുഞ്ഞ്. ഇത്ര ആശ്വാസം ഉണ്ടല്ലോ, പെൺമക്കളൊരു അതും അങ്ങ് മരിച്ചു. അപ്പൊ അതൊക്കെ പാടാൻ അവർക്ക് കഴിയുന്നതിന്റെ കാര്യം ഇതാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനം വാഴട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനം വാഴണം. സമാധാനം പൂശിയാൽ പോരാ, ഇങ്ങനെ എടുത്ത് പൂശുമല്ലേ അവിടെ. നമ്മളൊക്കെ അങ്ങനെ നടക്കുന്നവരാ, സമാധാനം പൂശി നടക്കുന്നവരാ.
അതുകൊണ്ട് വല്ലവരും ദുഃഖിക്കുമ്പോൾ നമുക്ക് ചെന്ന് എന്നൊക്കെ പറയാം, സാരമില്ല, കർത്താവെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇച്ചിരി വരുമ്പോഴേ എൻ്റെ ദൈവമേ നീ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്താ കർത്താവേ എന്ന് നമ്മൾ അല്ലേ. കാരണം പൂശത്തൊക്കെ അങ്ങ് പോയി, രണ്ട് കണ്ണുനീരിന് തുള്ളിയിൽ അതങ്ങ് ഭാഷ ഔട്ടായി. സമാധാനം നമ്മുടെ ഹൃദയങ്ങൾ വാഴട്ടെ പ്രിയമുള്ളവരെ. നമ്മുടെ കൺട്രോളിങ് ഫാക്ടർ ആയിരിക്കണമെന്നാണ് പറഞ്ഞത്, നമ്മുടെ കൺട്രോളിങ് ഫാക്ടർ. എന്നിട്ട് പറയാണ്, അതിനല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിളിയുടെയൊക്കെ ഏറ്റവും വലിയ അന്തസത്ത എന്ന് പറയുന്നത് ഏക ശരീരം എന്നുള്ളതാണ്. കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി നമ്മളെ തീർത്തുന്നുള്ളത് അതാണ്. അതിനായിട്ടല്ലോ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കും. നമ്മളെല്ലാം ഒരു ശരീരത്തിന്റെ ഭാഗമാക്കി എന്തിനാണെന്നറിയാം? എൻ്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദന ഉണ്ടാകുമ്പോൾ എനിക്ക് വേദനയുണ്ട്. നമ്മൾ എന്ന് പറയാം, എന്താ പ്രശ്നം എന്ന് ചോദിക്കുക, സാർ എൻ്റെ കണ്ണിന് സുഖമില്ലെന്നൊക്കെ പറയും. സാധാരണ സുഖമുള്ളവർ, സാർ എനിക്ക് കുറച്ച് ദിവസമായിട്ട് തീരെ സുഖമില്ല, എന്താണ് പ്രശ്നം? കണ്ണിന് ഭയങ്കര വേദന. അപ്പോൾ നമ്മൾ എനിക്കൊരു പ്രശ്നമില്ല, ഈ തലയ്ക്ക് മാത്രം ഒരു വേദന എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. എന്നാലും പറയുന്ന പൊക്കാട്ട് ഇതിനെ വലിഞ്ഞോട്ട് വന്നത് ബാധിക്കുന്ന പ്രശ്നമല്ലേ. നമ്മളങ്ങനെയാ പലപ്പോഴും നമ്മുടെ സഭയിൽ ആർക്കെങ്കിലും വേദന ഉണ്ടാകുമ്പോഴേ നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ആ സഹോദരൻ നമ്മുടെ കൈയായിരിക്കും, കാലായിരിക്കും, പല്ലായിരിക്കും, ചെവിയായിരിക്കും, മൂക്കായിരിക്കും, ശരീരത്തിന്റെ ഒരു ഭാഗമായിരിക്കും എങ്കിൽ നമ്മൾ പറയുന്നത് അവന്റെ പ്രശ്നമാകും, നമ്മുടെ പ്രശ്നമല്ല, എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, ഞാൻ ദൈവസമാധാനത്താൽ നിറഞ്ഞിങ്ങനെ ജീവിക്കുക. ഇല്ല, കർത്താവ് പറഞ്ഞു അതിനായിട്ടല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിച്ചിരിക്കുന്നത്. ഏതിനായിട്ട്? ഈ തലയ്ക്കുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും ശരീരത്തിനും ഉണ്ടാകും, അങ്ങനല്ലേ? തലയ്ക്ക് സുഖമില്ല പറഞ്ഞാൽ ശരീരത്തിന് സുഖം ഉണ്ടാകുമോ? ഇല്ലല്ലോ. തലയ്ക്ക് നല്ല സുഖമാണ്, ശരീരത്തിന് സുഖമാണ്, അത് സംശയം. അതിനായിട്ടല്ലോ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം എന്താ? സകല ജ്ഞാനത്തെയും അതിജീവിക്കുന്ന സമാധാനം, സകല ബുദ്ധിയെയും കവിഞ്ഞ ദൈവസമാധാനം, അതാണ് നമ്മുടെ ശരീരത്തിന്റെ തല. ആ തലയോട് ബന്ധപ്പെട്ടവരായിട്ടാണ് ഈ ശരീരം ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്താണ്? സമാധാനത്തിന് വാഴുവാനുള്ളതായിരിക്കുന്ന എല്ലാ സാധ്യതയും തന്നിരിക്കുകയാണ്. അപ്പൊ ഈ സഭ എന്ന് പറയുന്ന ഏക ശരീരം എന്ന് പറഞ്ഞ യാഥാർത്ഥ്യം ഒരു ചില്ലറ യാഥാർത്ഥ്യമല്ല, ഒരു ഭയങ്കര യാഥാർത്ഥ്യം. നമ്മുടെ ബന്ധങ്ങളിലെ ഏറ്റവും വലിയ ബന്ധം. അപ്പോ കർത്താവിന്റെ ശരീരമായി നാം തീർന്നതിനാൽ ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങൾ വാഴുവാനായിട്ട് സാധിക്കുന്നതാണ്. തലയുടെ സമാധാനം ശരീരത്തിന് ഇല്ലാതിരിക്കുന്ന അസാധ്യമാണ്. ദൈവം അങ്ങനെ ഒരു ക്രമീകരണമായി ഇരിക്കുന്നു. നമ്മുടെ ശിരസാകുന്ന കർത്താവ് സമാധാനത്തിന്റെ കേന്ദ്രമാണ്. ആ തലയുമായി നമ്മളെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ്? അവിടെ നിന്ന് സമാധാനം നമ്മുടെ ശരീരത്തിലേക്ക് ടാങ്കിൽ നിന്നും വെള്ളം പൈപ്പിലേക്ക് ഒഴുകി വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി. അത് അനുഭവിക്കുവാനുള്ളതായിരിക്കുന്ന ഭാഗ്യം നമുക്ക് വേണം. ചില സമയങ്ങളിൽ വെള്ളം ടാങ്കിലുണ്ടെങ്കിലും ടാപ്പ് വരികയില്ല. കാരണം എന്താണെന്നറിയാം? ടാങ്ക് നിറച്ച് വെള്ളമുണ്ട്, പക്ഷെ ഒരു തുള്ളി വെള്ളം ടാപ്പിലില്ല. നമ്മള് പ്ലംബറെ വിളിച്ച് പ്ലംബർ വന്നതെല്ലാം തുറന്നിട്ട് ഒരു കമ്പിയൊക്കെ ഇട്ട് കുത്തുമ്പോൾ കാണാം ചെളിയും മുടിയും പിന്നെ തുരുമ്പും എല്ലാം കൂടെ ഒഴുകി വരുന്നതാണ്. അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ടാങ്കിൽ വെള്ളമുണ്ട് കർത്താവില്, അതാണ്ട്. പക്ഷെ അവിടുന്ന് താഴേക്ക് വരുന്ന പൈപ്പ് മുഴുവനും ഈ ലോകത്തിന്റെ സ്നേഹം കൊണ്ടും മറ്റു അനേക പ്രശ്നങ്ങൾ കൊണ്ടും അടഞ്ഞിരിക്കുക. വെള്ളം താഴേക്ക് വരിക. അപ്പൊ കൂടെ ഒരു ക്ലീനിങ് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ പാപങ്ങളെയൊക്കെ ഏറ്റുപറഞ്ഞ് ദൈവമായി നിരപ്പ് പ്രാപിച്ച് നമ്മുടെ ഈ ടാങ്കൊക്കെ ഈ പൈപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ടാങ്ക് വെള്ളം ഉണ്ടെന്ന് പറഞ്ഞിരുന്നോണ്ട് കാര്യം അത് നമ്മളിൽ കൂടെ ഒഴുകണം. അത് നമ്മളിൽ കൂടെ ഒഴുകണം. ഒഴുകാനുള്ള എല്ലാ സംവിധാനവും ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ഭാഗത്താണ് കുഴപ്പം, കർത്താവിന്റെ ഭാഗത്താണ്. 16-ാമത്തെ വാക്യത്തില് പിന്നെയും തുറന്ന് പറയുകയാണ്. എന്താ പറയുന്നത് അവിടെ? നന്ദിയുള്ളവരായും ഇരിപ്പീൻ. നന്ദിയുള്ളവരായും ഇരിപ്പീൻ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനം ഈ ദൈവത്തിന്റെ സമാധാനവും എല്ലാം നമ്മളിലുള്ളപ്പോൾ നമുക്ക് നന്ദി ഇല്ലാതെ പോയാലും നന്ദി പറയാൻ, കർത്താവേ താങ്ക്സ്, ഇത്രയും പ്രതിബന്ധം വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ തകർന്ന് തരിപ്പണമായി പോകും, നീ എന്നെ താങ്ങി, എന്റെ ജീവിതത്തിൽ ഒരു കേടും വരാതെ സൂക്ഷിച്ചു, സ്തോത്രം, നന്ദി. ഈ സാമ്പത്തിക പരാധീനത വരുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തീർന്നു, ഇതോടുകൂടെ തീർന്നു, പക്ഷെ നീ എന്നെ താങ്ങി. ഈ രോഗം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചു പോകും, ഞാൻ വിചാരിച്ചു എൻ്റെ ഭാര്യ മരിച്ചു പോകും, എൻ്റെ കൊച്ചുപിള്ളേർ മരിച്ചു പോകും, ഞാൻ വിചാരിച്ചു അതോടുകൂടി ഞങ്ങൾ കുടുംബമായിട്ട് തീർന്നു. കർത്താവ് ഞങ്ങളെ താങ്ങി. ഓരോരോ സാഹചര്യങ്ങൾ അത് ഭയങ്കര അനുഭവമാകട്ടോ. സ്തോത്രം പറയണം. ബന്ധക്കോസുകാരെ സ്തോത്രം പറയും, നമ്മൾ അവരെ കളിയാക്കും.
എങ്കിൽ അവർക്കൊരു കാര്യം അറിയാം, സ്തോത്രം എന്ന് പറയണമെന്നറിയാം. അത് നല്ല കാര്യമല്ലേ? അവരെന്ത് പറഞ്ഞാലും സ്തോത്രമെന്ന് പറയും. ദൈവം ചെയ്ത ഓരോ ഉപകാരങ്ങൾ എണ്ണി എണ്ണി വേണം. നീ എന്നെ സൃഷ്ടിച്ചതിന് സ്തോത്രം, രക്ഷിച്ചതിന് സ്തോത്രം, സംരക്ഷിച്ചതിന് സ്തോത്രം, തീറ്റിപ്പോറ്റിയതിന് സ്തോത്രം, രോഗം സൗഖ്യമാക്കിയതിന് സ്തോത്രം, എന്തെല്ലാം കാര്യം പറയാം. ചുമ്മാതൊരു സ്തോത്രം എന്നിട്ട് കർത്താവ് വെക്കേണ്ടടുത്ത് എടുത്ത് വെച്ചോണേ. എന്റെ ജീവിതത്തിൽ എവിടെയാ സ്തോത്രം പകർന്ന് നീ അവിടെ എടുത്ത് വെച്ചോ. അങ്ങനെ പറഞ്ഞ കാര്യമില്ല. സ്തോത്രം ചെയ്യുന്നവരാകണം, ബോധപൂർവം സ്തോത്രം ചെയ്യണം. നമ്മുടെ നാവിൽ ഓരോ സ്തോത്രത്തിനും ഓരോ സബ്ജക്റ്റും ഓബ്ജക്റ്റും കാണും. അതില്ലാതെ സ്തോത്രം ഒന്ന് മാത്രം പറഞ്ഞൊരു കാര്യമില്ല. അതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നവരായിരിക്കുക. താങ്ക്സ്. ഈ നമ്മൾ മലയാളികൾക്ക് അങ്ങനെ ഒരു വാക്കില്ലല്ലോ. എന്തോ വീട്ടിൽ വന്ന ഗ്ലാസ് വെള്ളം തരാമെന്ന് പറഞ്ഞാൽ വെള്ളം കൊടുത്തെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നന്ദി എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ന് പറഞ്ഞ നന്ദി എന്നോ നന്ദി, വെള്ളം കൊടുത്തില്ല നന്ദി. നമ്മൾക്കില്ല. പാശ്ചാത്യരോ യൂറോപ്പിലോ ആണെങ്കിൽ എന്ത് ചെയ്താലും താങ്ക്സ്, താങ്ക്സ്, താങ്ക് യു വെരി മച്ച്, താങ്ക് യു. നോർത്ത് ഇന്ത്യക്കാർ ശുക്രിയ, ധന്യവാദ് പറയും. നമ്മൾക്കെല്ലാം കടപ്പാടുകളാണ്, കൊടുക്കാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നാം കൊടുക്കുകയില്ല. മറ്റവരുടെ വീടുകളിൽ ചെന്നാൽ വെള്ളം ആദ്യം വരും. നമ്മുടെ വീട്ടിൽ ചെന്നുള്ള അത് വെള്ളം വേണമെന്ന് പറഞ്ഞെങ്കിലേ വെള്ളം വരത്തില്ലേ, വെള്ളം വരുമില്ല. അതൊക്കെ നമ്മുടെ രീതിയാണ്. ഇവിടെ പറഞ്ഞ് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കാം. നന്ദി നമുക്ക് ധാരാളം. കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി തീർത്തുകൊണ്ട് നന്ദി ദൈവത്തിന് എന്തോ ഒരു നന്ദി പറയണം. അത് കഴിഞ്ഞിട്ട് 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു നല്ല വാക്യമാണ്, ഒരുപാട് പറഞ്ഞിട്ടുള്ള വാക്യമാണ്. എന്താ പറയുന്നത്? നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ക്രിസ്തുവിന്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്ഥാനം ദൈവവചനത്തിനായിരിക്കണം. ദൈവത്തെക്കാൾ വലിയ സ്ഥാനം എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. ക്രിസ്തുവിന്റെ വചനത്തിന് allow the word of God to have complete control over our lives. The central point. നമ്മുടെ ഹൃദയങ്ങൾ എന്നാ പറയുന്നത്. ഹൃദയമാണ് നമ്മുടെ സെൻട്രൽ പോയിന്റ്. നിങ്ങളുടെ ജീവിതത്തിന്റെ സെൻട്രൽ പോയിന്റിൽ ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മുടെ തിങ്കിങ്ങും നമ്മുടെ ഫീലിങ്ങും നമ്മുടെ തീരുമാനവും എല്ലാം, അതിലെല്ലാം ദൈവത്തിന്റെ വചനത്തിന് പ്രഥമസ്ഥാനം. വചനത്തെ ഒഴിച്ചു നിർത്തി യാതൊരു തിങ്കിങ്ങും ഇല്ല, യാതൊരു ഫീലിങ്ങും ഇല്ല, യാതൊരു ഡിസിഷനും ഇല്ല. പഴയ ആയുർവേദ വൈദ്യന്മാരൊക്കെ ചെന്നാലേ ഇപ്പോഴത്തെ പോലെ പുസ്തകമൊന്നുമില്ല. അവരിങ്ങനെ കൈ നാടി പിടിച്ച് അവരെന്തൊക്കെ പുറകുന്ന് കേൾക്കാം. നിങ്ങൾ പോയിട്ടോ അറിയില്ല. ഞാൻ പോയിട്ടുള്ളൂ. വലിയ വലിയ വൈദ്യന്മാരൊക്കെ ഇടയ്ക്ക് പോയിട്ടുണ്ട്. കൊല്ലിക്കര മൂസ്, നാരായണ മൂസ് ഇടയ്ക്ക് പോയിട്ടുണ്ട്. ആസ്മയൊക്കെ പിടിച്ചിരുന്നപ്പോൾ മുന്നേ ഒരാൾ കൊണ്ടുപോയി, ഇതാണ് ഏറ്റവും വലിയ വൈദ്യൻ എന്ന് പറഞ്ഞാൽ ഇത് കടിച്ചിട്ട് പദ്യവാചിലൊന്ന് സംസ്കൃത ശ്ലോകങ്ങൾ ഇങ്ങനെ ചൊല്ലുക, ചൊല്ലിയിട്ടാണ് മരുന്ന് നിശ്ചയിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ എന്ത് വേണമെന്നറിയാമോ? സങ്കീർത്തനങ്ങൾ, 1 സങ്കീർത്തനം, 2 സങ്കീർത്തനം, 3 അങ്ങനെ പറഞ്ഞിട്ട് പറയാം. യഹോവന്റെ ഇടയനാകുന്നു അല്ലേ, 21 സങ്കീർത്തനം. ദുഷ്ടന്മാരെ ആരോപകാരം നടക്കാതെയും അവരോട് നിൽക്കാതെയും മര്യാദയിരിക്കാതെ യോജനായ പ്രമാണത്തിൽ ബാക്കി വാഹനം ആറ്റിരിക്കുന്നു ഇങ്ങനെ പറയണം. അങ്ങനെ ഓരോ സങ്കീർത്തനങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകണം. അങ്ങനെ പറഞ്ഞ് കുറച്ച് സങ്കീർത്തനം അവിടെ ഉണ്ട് നമ്മുടെ രോഗത്തിന്റെ അവിടെ നമ്മുടെ രോഗത്തിന്. അപ്പൊ പൈതൽ പറയാൻ നിങ്ങൾക്ക് വേണ്ടത് ദൈവത്തിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നില്ലെന്നുള്ളതാണ്. അവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, നമുക്കത് വേണം. അതെ. Allow the word of God to have complete control. The central point of our life, our heart. പിന്നെ എന്താ പറയുന്നത്? സങ്കീർത്തനങ്ങളാലും 150 എണ്ണം തന്നിട്ടുണ്ട് സങ്കീർത്തനങ്ങൾ. ഈ സങ്കീർത്തനങ്ങൾ ഇവിടെ നമ്മുടെ ഹൃദയത്തിൽ വാഴണമെന്നാണ് പറയുന്നത്. 150 സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടണമെന്നാണ് പറയുന്നത്. 150 സങ്കീർത്തനവും പാടണം നമ്മൾ. നമുക്ക് പാടാൻ അറിയില്ലല്ലേ? നിങ്ങളൊന്നും പാടണ്ട, വെറുതെ അങ്ങ് എഴുതി വെച്ചിട്ട് നിങ്ങൾ അങ്ങ് എടുത്തിട്ട് പറയാ മതി, യഹോവ എൻ്റെ ഇടയനാകുന്നു പറയാ മതി. സ്വർഗത്തിലെ ദൈവം മാനിച്ചു കൊടുക്കും. കാരണം കർത്താവെ ട്യൂണൊന്നും എനിക്കറിയില്ല, പക്ഷെ നിന്റെ വചനം പറയുന്ന പാടണം. അതുകൊണ്ട് ഞാൻ 21 സങ്കീർത്തനം ദൈവത്തിന് പാടാൻ പോവാം. ദൂതന്മാരൊന്നും ചിരിക്കുകയില്ല, അവരെല്ലാം അവിടെ വന്നിരുന്ന് കൈകൊട്ടും. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ ചെയ്യാറില്ല. യഹൂദന്മാരത് പാടിക്കൊണ്ടാവും ദൈവത്തെ ആരാധിക്കുന്നു സങ്കീർത്തനങ്ങളാൽ. പിന്നെ സ്തുതി എന്നാണ്. സ്തുതി എന്നുള്ളതിന് ഇംഗ്ലീഷിലും മറ്റേ ഹിംസ് എന്നാണ്. ഹിംസ് എന്ന് പറയുന്നത് നമ്മുടെ ബൈബിൾ നോക്കുമ്പോൾ ഒരുപാട് പാട്ടുകളുണ്ട്.
അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു എന്നുള്ളൊരു പാട്ടാ. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ ജീവിക്കപ്പെട്ടു, അതൊരു പാട്ടാ. അന്നത്തെ കാലത്ത് വിശ്വാസികൾ പാടുന്നൊരു പാട്ടാ. അങ്ങനെ 100 കണക്കിന് പാട്ടുകളുണ്ട്. അതിനാ ഈ ഹിംസ് എന്ന് പറയുന്നത്. അതെല്ലാം നമ്മൾ പാടാൻ വേണ്ടി അവിടെ എഴുതിയിട്ടിരിക്കുന്നത്. മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും ഇങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. അതെല്ലാം നമ്മൾ പാടാനാ. നമ്മളതൊന്നും പാടൂല്ല. നമുക്ക് ആ കൂടെ ഉള്ളത് എന്താണെന്ന് പറയുക, ആത്മീയ ഗീതങ്ങൾ. നമ്മുടെ പുസ്തകത്തിന്റെ പേരും അതാണ്, ആത്മീയ ഗീതങ്ങൾ എന്ന് പറഞ്ഞാൽ. പാപിയിൽ കനിയും പാവൻ, അത് ആശയം പാട്ടായിട്ട് എഴുതിയിരിക്കുക. അങ്ങനെ ഓരോ പാട്ടുകൾ അതേ ഉള്ളൂ. നമുക്ക് സങ്കീർത്തനവും ഇല്ല, സങ്കീർത്തനം വായിച്ചു വിടുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ആത്മീയ ഗീതങ്ങളും ഇല്ല, നമുക്ക് ഹിംസും ഇല്ല, അത് നമ്മൾ വായിച്ചാൽ വിടുകയുള്ളൂ. പിന്നെ നമുക്ക് ആകെ കൂടെ ഉള്ളത് എന്താ, ആരൊക്കെയോ എഴുതിയ മത്തായിച്ചനും യോനാച്ചനും ഒക്കെ എഴുതിയതായിരിക്കും കുറച്ച് ആത്മീയഗീതങ്ങളുണ്ട്. അതിനോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. 1000, 700, 1000, 1200 ഒക്കെ ഇല്ല നമ്മുടെ പാട്ട് വന്നത്. ഓരോ വർഷം കുറേശ്ശെ കൂട്ടി വരിക. നല്ല കാര്യം. അപ്പൊ പറയുന്നത് നാം എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? സിംഗിങ് വിത്ത് ഗ്രേസ് ഇൻ യുവർ ഹാർട്ട്സ് ടു ദ ലോർഡ് എന്നാ. എനിക്ക് ഇഷ്ടമാണ് ഇംഗ്ലീഷിൽ സിംഗിങ് വിത്ത് ഗ്രേസ്. ആ ഗ്രേസ് എന്നുള്ളത് അങ്ങോട്ട് നമ്മുടെ മലയാളത്തിൽ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയുമെന്നേ ഉള്ളൂ. ആ ഗ്രേസ് എന്നുള്ള വാക്കൊന്നും അങ്ങോട്ട് വരുന്നില്ല. എങ്ങനെ അത് പരിഭാഷയെന്ന് എനിക്കറിയില്ല. അവർ സിംഗിങ് വിത്ത് ഗ്രേസ്, കൃപയോടുകൂടെ പാടുന്നു. ദൈവം കൃപ തരും. മനോഹരമായ ദാനമാണ്. ദൈവം പാടാനായിട്ടിരിക്കുമ്പോൾ സങ്കീർത്തനം 21, 24 എടുത്ത് വെച്ച് നിങ്ങൾ തുറന്നു വെച്ച് പാടാൻ രാവിലെ നിങ്ങൾ ദൈവത്തിന് നിങ്ങളുടെ പ്രൈവറ്റ് ആരാധനയിൽ സ്തോത്രത്തിൽ പ്രാർത്ഥനയിൽ പാടാൻ പോവുക. ഒരു 1-ാം സങ്കീർത്തനമെങ്കിൽ 150 സങ്കീർത്തനം വരെ എന്നും പാടണം. ഒരുപാട് സങ്കീർത്തനമെങ്കിലും പാടണം. ഇങ്ങനെ പാടണം. വല്ലവരും കേട്ടാൽ പറയാം എന്താ അല്ലേ, ഭ്രാന്തൻ എന്തോ പറയുന്നത്. മർത്തോമക്കാരും യാക്കോക്കാരും ഒക്കെ അവരൊരു ട്യൂണിലാണ് പാടുന്നത്. അവരേതായ ഒരു ട്യൂണുണ്ട് സങ്കീർത്തനമൊക്കെ വായിക്കും. നമുക്ക് ആ ട്യൂണും ഇല്ലൊന്നുമില്ല. നമ്മൾ മെച്ചമായവരെന്ന് തോന്നുന്നു. അതിന്റെ ട്യൂൺ നമുക്കറിയില്ല. എബ്രായ ട്യൂണുകളൊന്നും നമുക്കറിയില്ല. ആ ട്യൂണൊക്കെ ചിലതിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുത്രമരണ രാഗം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പുത്രജനരാഗമായിട്ടാണ് പാടുന്നത്. നമ്മുടെ സന്തോഷത്തോടെ പാടുന്നത്. മരണരാഗമായിട്ടല്ല പാടുന്നത്. ചില പലതും അങ്ങനെയാണ്. ഭവന പ്രതിഷ്ഠാഗാനം, ഇങ്ങനെ ഓരോരോ സന്ദർഭത്തിന് പാട്ടുകളൊന്നുമില്ല. നമുക്കെല്ലാം ഒരു പാട്ട്. അപ്പോ ദൈവജനം നമ്മോട് എന്താ പറയുന്നത് അറിയാമോ? നമ്മൾ ഈ ക്രിസ്തീയ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ പാടുന്ന ആളുകളായി. അത് ദൈവത്തിന് പാടണം, സഹോദരവർഗത്തിന് പ്രബോധനമായിരിക്കണം, ബുദ്ധിപദേശമായിരിക്കണം, പഠിപ്പിക്കലായിരിക്കണം. അതാണ്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും മറ്റുള്ളവർക്ക് ബുദ്ധിപദേശം കൊടുത്തും. പാട്ടിന് അങ്ങനെ 2 ഭാഗമുണ്ട്. അത് ദൈവത്തിന് മഹത്വമാണ്, ദൈവത്തിന് ആരാധനയായിട്ട് പാടുന്നു. കേൾക്കുന്ന സഹോദരന്മാർക്കൊരു ബുദ്ധിപദേശമാണ്. ബുദ്ധിപദേശം അങ്ങനെ വേണം. എനിക്ക് ഒരു ഫ്രേസ് അതിൽ ഏറ്റവും ഇഷ്ടം, നിങ്ങളുടെ ഹൃദയങ്ങളിൽ പാടുക. കാരണം എന്താ, സോളോ പാടാൻ ഞാൻ പാടി ആരും ഇഷ്ടപ്പെടുകയില്ല. എനിക്കറിയാം, ഞാൻ സോളോ പാടിയാൽ ഒരാൾക്കും ഇഷ്ടപ്പെടുകയില്ല. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ പാടി എൻ്റെ ദൈവത്തിന് ഇഷ്ടമാണ്. എൻ്റെ ഹൃദയത്തിൽ പാടുമ്പോൾ ദൈവമല്ലേ കേൾക്കത്തുള്ളൂ. അപ്പൊ ഇടയ്ക്കൊക്കെ ദൈവം അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കും. അപ്പൊ ഗബ്രിയേൽ ചോദിക്കും, ദൈവം അല്ലെ എന്താ ഒരു ചിരി? അല്ല, നമ്മുടെ ഇന്ന പാടെ ഇപ്പൊ ഒരു പാട്ട് പാടിച്ചിരിക്കുക, നല്ല രസമായിരിക്കും. ആ 90 സങ്കീർത്തനം പാടി എത്ര രസമായിരിക്കും. 128 സങ്കീർത്തനം എത്ര രസമാണ്. എത്ര 150 സങ്കീർത്തനം നല്ല രസമുള്ള സങ്കീർത്തനം. പാടണം സൗരന്മാരെ, പാടണം. അപ്പൊ ഹൃദയത്തിൽ ദൈവത്തിന് പാടി വേണം. അപ്പൊ ഞാനതേ പറയുന്നത്, ലെറ്റ് അവർ ഹാർട്ട്സ് ബി ആൻ ഓർക്കസ്ട്ര. നമ്മുടെ ഹൃദയം ഒരു സംഗീത കച്ചേരിയായിരുന്നു. അത് വീട്ടിൽ ഇരുന്നങ്ങനെ ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരു സങ്കീർത്തം എടുത്ത് പാടിയാൽ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ലല്ലോ. പാടാൻ കഴിവുള്ള സൗകര്യമാരുണ്ടെങ്കിൽ അവരെ ചെറിയ ട്യൂണൊക്കെ കൊടുത്താലേ എല്ലാവർക്കും കൂടെ പാടാം. അല്ലെ പാടാൻ കഴിവുള്ള സൗകര്യന്മാർ ഒരു ട്യൂണൊക്കെ കൊടുത്താൽ, കഴിവില്ലാതെ സൗകര്യന്മാർ ഒരു ട്യൂണൊക്കെ കൊടുത്താലും പാടാനല്ലേ പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനങ്ങളായാലും സ്തുതികളായാലും ആത്മീയഗീതങ്ങളായാലും ദൈവത്തെ പാടാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് അനുസരണക്കേടല്ലേ നമ്മൾ കാണിക്കുന്നത് പാടാതിരിക്കുമ്പോൾ. അപ്പൊ എങ്ങനെ ദൈവത്തിന്റെ സമാധാനം തമ്മിൽ വരുന്ന, അനുഗ്രഹം വരുന്നത്? ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. 17-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പിനെന്നാണ്. നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതശൈലി, പ്രവർത്തന ശൈലി നാം രൂപപ്പെടുത്തണമെന്ന് പറഞ്ഞത്. ഈ ജീവിതശൈലിയുടെ ഏറ്റവും പ്രധാന സ്വഭാവം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന് കർത്താവ് മുഖാന്തരം എല്ലായ്പ്പോഴും സ്തോത്രം പറയുന്നു. അതാണ്.
Whatever you do in word or deed, do all in the name of the Lord Jesus Christ, giving thanks to God the Father through him. എന്ത് ചെയ്താലും പിതാവായ ദൈവത്തിന് പുത്രൻ തമ്പുരാൻ മുഖാന്തരം സ്തോത്രം 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 എന്ന് പറയും. അത് നമ്മുടെ ഒരു വലിയ ജീവിതശൈലിയായി മാറും. എന്ത് വാക്കിനാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും. ഞാൻ അവസാനം പറയാറുണ്ട്, ബസ്സിന് വേണ്ടി ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുമ്പോൾ സ്തോത്രം കർത്താവേ, ബസ് വരാൻ സമയമായല്ലോ, ബസ് വന്ന് സ്തോത്രം കർത്താവേ, ബസ് കൊണ്ടുവന്നല്ലോ, ബസ്സിൽ കയറി വീഴാതെ ബസ്സിൽ കയറാൻ സഹായിച്ചല്ലോ, വളരെ ഹൃദയത്തിൽ പറഞ്ഞാൽ മതി സ്തോത്രം. ഇരിക്കാൻ ഒരു സീറ്റ് ഇട്ടി, സ്തോത്രം കർത്താവ്, ഒരു സീറ്റ് നീ തന്നല്ലോ. ലക്ഷ്യസ്ഥാനത്ത് വണ്ടി എത്തിയപ്പോൾ സ്തോത്രം കർത്താവ്, അപകടമൊന്നും കൂടാതെ വണ്ടി ലക്ഷ്യത്തിൽ എത്തിയല്ലോ, സൗഖ്യമായിട്ട് ഇറങ്ങി കർത്താവ്, അപകടം കൂടാതെ ഇറക്കി തന്നല്ലോ, സ്തോത്രം. അങ്ങനെ എന്തിനു സ്തോത്രം പറയും? ഞാൻ പറഞ്ഞു, ബസ്സിൽ കയറുന്നിടത്ത് തന്നെ എത്ര സ്തോത്രം പറയാനായിട്ട് കഴിയും? നമ്മൾ പറയുന്നില്ലെന്നുള്ള നമ്മുടെ കുഴപ്പമല്ലേ? കാരണം വാക്കിനാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും എന്നാ, എന്ത് ചെയ്താലും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന പ്രവർത്തന ശൈലി അനുഭവപ്പെടുന്നു. ത്രൂ ക്രൈസ്റ്റ്, പിതാവായ ദൈവത്തെ നാം ആരാധിക്കുന്ന പുത്രൻ തമ്പുരാനിലൂടെയാണ്. ധാരാളമായിട്ട് ആരാധിക്കാം, പുത്രൻ തമ്പുരാന് സ്തോത്രം പറയാം. പരിശുദ്ധാത്മാവ് ഇതിനാവശ്യമായിരിക്കുന്ന എല്ലാ സഹായങ്ങളും ചെയ്യും നമ്മുടെ ഹൃദയങ്ങളിൽ. പ്രിയമുള്ളൊരു ക്രിസ്ത്യ ജീവിതം വിജയകരമാകണമെങ്കിൽ ഇങ്ങനെയൊക്കെ ജീവിക്കണം, അപ്പോഴാണ് അത് വിജയകരമാകുന്നത്. നമ്മളല്ലാതെ രാവിലെ എഴുന്നേറ്റ് കാപ്പി കുടിച്ചു, ചായ കുടിച്ചു, പിന്നെ തുറക്കം തൂങ്ങി ചെറിയുന്നു, പല്ലുമൊക്കെ ദൈവമൊക്കെ കഴിയും, ഒരു കായോ ബ്രേക്ക് പറ്റുമല്ലോ, എന്തുകൊണ്ട് ബ്രേക്ക്? ഓ ഇഡ്ഡലി, ഓ എന്ന് ഇഡ്ഡലി 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 ഇല്ലേ അല്ലേ? ആ പിന്നെ ഉച്ചയ്ക്ക് എന്നാ ചോറ്, കറി എന്നാ? ഓ ആ എന്നും ഭാവിക്കാവില്ലേ, കൂട്ടി കൂട്ടി മടുത്തു. എന്തെങ്കിലും ഒരു പരാതി പറഞ്ഞിട്ടല്ലേ പിന്നെ കഴിക്കുന്നു, അല്ലേ ഉള്ളൂ. അല്ലത് പ്രാപിക്കാന്നതിന് ഓ പ്രൈസ് ദി ലോർഡ്, ഇത് ഭാവിക്കാൻ കൂട്ടാൻ, ഹല്ലേലൂയ ഗ്ലോറി, ദൈവത്തിന് സ്തോത്രം, ദൈവം പാവനെ സൃഷ്ടിച്ചു, പാവനെ സൃഷ്ടിച്ചു അല്ലേ. എന്റെ ഭാര്യ അത് ഉണ്ടാക്കി, തേങ്ങ ഇട്ടു, ഉള്ളി ഇട്ടു, മുളകിട്ടു, എന്തൊരു കടുവ് പൊട്ടിച്ച് കഴിഞ്ഞപ്പോ എന്തൊരു സ്വാദ്. പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടമല്ലേ? ഇസ്രായേൽ മക്കളോട് ഓ മന്ന എന്നും മന്ന 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 തുഴിയില്ലാത്ത ഈ സാധനം എന്നും മന്ന കുറച്ച് വർഷിക്കും, മന്നാപ്പുട്ട്. എന്താണ് മന്നാപ്പുട്ട്? പിന്നെ മന്നാപ്പുട്ട്, പിന്നെ മന്നാവട, ഓ മന്നാവട, വേറൊന്നുമില്ലേ? ഇത് കേട്ട് കേട്ട് 40 കൊല്ലം ദൈവം തമ്പുരാനും അവരോട് കോപിച്ചു, മോശയും കോപിച്ചു അല്ലേ. ഭാര്യമാരെന്ത് ചെയ്യാനാ? ഈ രാവിലെ ഇതേ പോയി മന്ന മറിക്കൊണ്ട് കൊടുക്കും. ഭാര്യ ചോദിക്കും, ഇനി ഇതേ കിട്ടിയുള്ളൂ, പിന്നെ അല്ല എന്നാ കിട്ടുന്നേ? നന്ദി ഇല്ലാത്തവർക്ക് പരാതി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പരാതി പറയാതെ സ്തോത്രം പറയാം. ദൈവം എത്ര നല്ലവനാണ്, നമ്മുടെ എത്ര കരുണ കാണിച്ചിട്ടുണ്ടല്ലേ. ഈ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ജീവിച്ച ക്രിസ്ത്യ ജീവിതം സന്തോഷമാവില്ലേ? ക്രിസ്ത്യ ജീവിതം സന്തോഷമാകും. ഹാലേലുയ ഗ്ലോറിയൊക്കെ എല്ലാവരും പറഞ്ഞ്, ഹാലേലുയൊക്കെ പറഞ്ഞ്, ഗ്ലോറിയൊക്കെ പറഞ്ഞ്, വീട്ടിലാണെങ്കിൽ പിള്ളേരെ സ്തോത്രം പറയാൻ പഠിപ്പിക്കുക, പരാതി പറയാൻ പഠിപ്പിക്കാതെ. അവർ ജനിച്ചപ്പോൾ തുടങ്ങി പരാതിയും കുറ്റം പറച്ചിലും ഒക്കെ കേൾക്കുന്നത്. അവർ സംസാരിക്കാൻ തുടങ്ങി അവരും കുറ്റം പറഞ്ഞാൽ ജീവിക്കും. അമ്മ പറയും കുറെ ഓരോന്നൊക്കെ ഉണ്ടായിക്കോളും. അവരും പറയും അപ്പനാന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവിടെ ഇരിപ്പുണ്ട്, അമ്മയാന്ന് പറഞ്ഞത് വേറെ തീരും. ഇങ്ങനെ അവരും പറയും. കുറച്ച് കഴിയുമ്പോ എന്താണ് നമ്മൾ പറയും, എന്താ ഇതിങ്ങനെ ഉണ്ടായി? എന്താന്നറിയോ? കുറ്റം പറയാനും കുറവ് പറയാനും വഴക്ക് പറയാനും മാത്രം ശീലിച്ചതായ നാം പിന്നെ എന്താ പ്രതീക്ഷിക്കേണ്ടത്? അവിടെ സ്തോത്രം ഒരുപാട് പറയാം, ഒരുപാട് സ്തോത്രം പറയാം, നന്ദി പറയാം, ഒരുപാട് പാട്ട് പാടുക, സങ്കീർത്തനം പാടുക, ആത്മഗീതങ്ങൾ പാടുക, എല്ലാം പാടുക, ദൈവത്തിന് സ്തുതിക്കുക, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവം നമുക്ക് എന്തോ ഒരു നന്മ തന്നിട്ടുണ്ട്. ഞാനിങ്ങനെ പലത്ത് പോകുമ്പോഴേ ഓരോ സഭകളിലൊക്കെ ചെല്ലുമ്പോൾ ഇരിക്കാൻ സ്ഥലമില്ല. 10-25 വിശ്വാസികളെ ഉള്ളു. ചെറിയൊരു 10x10 മുറിയിൽ അവരിയ്ക്കുന്നത്. ഇരിക്കാൻ സ്ഥലവും ഇല്ല, കസറിടാൻ സ്ഥലവും ഇല്ല. നമുക്കെന്തോ ഒരു സൗകര്യങ്ങൾ ദൈവം ചെയ്തു തന്നിട്ടുണ്ട്. നന്ദി പറയണ്ടേ? നന്ദി പറയണ്ടേ? അതുകൊണ്ട് നന്ദിയുള്ള വിശ്വാസികളായിട്ട് ക്രിസ്ത്യ ജീവിതം വിജയകരമായി ജീവിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കാൻ സൗകര്യമാരെ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ പ്രകൃതിക്ക്, നമ്മുടെ മൂല്യങ്ങൾക്ക്, നമ്മുടെ ചിന്താഗതികൾക്ക്, കാഴ്ചപ്പാടിനൊക്കെ വലിയ വ്യത്യാസം. നമ്മൾ ഭാഗ്യവാന്മാരാണ്. ദൈവം നമ്മെ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹങ്ങളാണ് ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചൊരു ദൈവമാണ് നമുക്കുള്ളത്. അവിടെ എത്തോളം നമ്മെ കാക്കാമെന്ന് പറഞ്ഞു. സകല ബുദ്ധിയേക വിദ്യ സമാധാനം കൊണ്ട് ഹൃദയങ്ങളെ നിറയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാം ഒന്നിനും കുറവില്ലാത്തവരാണ്. അതുകൊണ്ട് ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം, സേവിക്കാം. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.